ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ കുറെ നാൾ കൂടി ഒരു ഇൻട്രോ പറഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും സ്വപ്നമായ ഞങ്ങളുടെ കില്ലർ കിസ്റ്റോർ യാത്ര നടത്താൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ കില്ലറിന് വണ്ടി ഓടിക്കാൻ പോവാണ്. ഓ ഗൈസ് നോക്കൂ, 6-7 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള എൻ്റെ ആഗ്രഹമാണ്. ഓൾറെഡി ഞങ്ങൾക്ക് ഒരു മണ്ടത്തരം പറ്റിയതാ. ഒരാളുടെ ബാക്കും കേട്ടിട്ട് ഞങ്ങൾ കയറി പോരാതിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം പോകാൻ. എന്റെ തെറ്റായി പോയി. ഗൈസ് നോക്കൂ, അതായത് നമ്മള് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ റോഡായ സംസ്കർ വാലി ടു ലേ നമ്മൾ ഓടിച്ചാണ്. പക്ഷേ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ഏറ്റവും ഡേഞ്ചർ റോഡായ കില്ലർ കിസ്റ്റോർ അടിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. ഗൈസ് ഇത് നോക്കിയേ, തൊട്ടു താഴെ നല്ല പച്ച നിറത്തിലുള്ള നല്ല കിടിലൻ ക്ലൈമറ്റ്, അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ്, ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഇവിടെ നമ്മുടെ എൻ്റെ ഒരു കുട്ടൻ. അപ്പം നമുക്ക് ആദ്യം തന്നെ വണ്ടി കഴുകാം. നാച്ചുറൽ കഴുകരുത്. ഇനി അങ്ങോട്ട് അഡ്വഞ്ചറിൻ്റെ പീക്ക് ലെവൽ തുടങ്ങും. ആദ്യം നമ്മൾ നാച്ചുറലായിട്ട് വണ്ടി കഴുകാൻ പോകുന്നു. അതിന് ശേഷം നമ്മൾ നേരെ പോകുന്നു. എങ്ങോട്ടാടാ? കില്ലർ യെസ് ഗൈസ്, ആദ്യം നമുക്ക് വണ്ടി കഴുകാം കേട്ടോ. വണ്ടി മൊത്തം പൊടി കയറി നശിച്ച് നാരണക്കല്ലായിട്ടിരിക്കുവാണ്. ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകാണെങ്കിൽ നല്ലതല്ലേ. നമുക്കപ്പം നല്ല വൃത്തിയായിട്ട് നമ്മുടെ വണ്ടി ഇരിക്കും. ഇത് ഓട്ടോമാറ്റിക് വൈപ്പിങ് കേട്ടോ. ആഹാ, അപ്പുറത്തെ സൈഡിലേക്കും കൂടെ ഒന്ന് വീണായിരുന്നേൽ. സൺറൂഫിലൊക്കെ നല്ല സെറ്റപ്പായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ ദൂരം ഇല്ലേ, മൊത്തത്തിൽ 47 കിലോമീറ്റർ ഉള്ളൂ, 1.5 മണിക്കൂർ. ഈ സമയം കൊണ്ട് നമ്മൾ ക്ഷണ വരയ്ക്കും. അങ്ങനത്തെ റോഡുകളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് ഫുള്ള് വൈപ്പൊക്കെ ചെയ്തൊന്ന് സെറ്റപ്പ് ആകട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ഇതേപോലെ വണ്ടി എടുക്കാം. നേരെ നമ്മൾ വണ്ടി എടുത്തു, നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. യെസ്, ടുഡേ അവർ കിസ്റ്റോർ റൈഡ് ഈസ് journey is to start. This is good English, yeah. My partner is photo sending. ഹലോ 50-50 പാർട്ണർ കേറാ. 50-50 വാ ഗൈസ്, നമ്മളങ്ങനെ പോവുകയാണ് ഫ്രണ്ടിലേക്ക്. ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ 47 സംതിങ് കിലോമീറ്റർ എങ്ങാനും ഉള്ളൂ മൊത്തത്തിൽ. 50-50 പാർട്ണർ നേരത്തെ പറയാ. ഇതിലും കൂടുതൽ ഞാൻ വണ്ടിക്ക് എന്നാ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരണ്ടേന്ന് നേരത്തെ എന്നോട് അവിടുന്ന് പറയാ. നിങ്ങൾ എവിടെ വേണമെങ്കിലും കെട്ടിക്കോ അല്ലേ. സമയം ഭയങ്കര വലുതാ നമുക്ക്. ഞാൻ ഇത്ര ഫ്രണ്ടിലേക്ക് ഇടാം. കയറുന്നോ? എവിടെ കയറിക്കോ. സമയം നമുക്ക് ഭയങ്കര പ്രധാനമാണ്. കാരണം നമുക്ക് 5 മണിക്ക് മുമ്പേ ഇറങ്ങണം. 5 മണിക്ക് മുമ്പേ ഇറങ്ങിയില്ല എന്നെ സംഭവിക്കാന്നറിയാമോ? ക്ലൈമറ്റ് മാറും, ഈ കാണുന്ന ഇത് മൊത്തം നഷ്ടപ്പെടും. എന്താവും ലാസ്റ്റ്? എന്താവും ലിബിനെ? അത് മഞ്ഞ് ഈ വൈകിട്ട് സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ചക്ക എന്ന് പറഞ്ഞ ഇവൻ ചുക്കെന്ന് പറയും. എടാ ലിബിനെ, ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കില്ലർ പിടിച്ച് അവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെതിയെ പോയാൽ മതി. പണ്ട് നമ്മൾ ആ പോകുന്ന സമയത്ത് ഞാൻ ഇതിലെ KSRTC, ഇവിടുത്തെ KSRTC അല്ല, JKRTC അല്ല HRTC ഇതിലെ പോകുന്ന. ഇവിടെ HB ആടോ, നമ്മൾ ഇവിടെ HBയുടെ ട്രാൻസ്പോർട്ട് ഉറപ്പിക്കാവോ? നമ്മൾ ഇങ്ങോട്ട് ചെന്നില്ല, ഇപ്പൊ ഹിമാചൽ ചെന്ന് കയറും. അതെ, നമ്മളിപ്പോ ഇവിടുത്തെ അതായത് നമ്മളിപ്പം ജമ്മു കാശ്മീരിൽ നിന്നും നേരെ നമ്മൾ എങ്ങോട്ടാ ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് ഹിമാചൽ പ്രദേശിലേക്കാട്ടോ. ഇപ്പം നിങ്ങൾ നോക്കാൻ നേരത്ത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുവേ, വലിയ ഇതൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കോണം, ഈ കളം അങ്ങ് മാറാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ എന്ത് ശാന്തശീലനായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. അപ്പുറം ഇപ്പുറം കുഴിയില്ല, അതായത് ക്രിസ്മസ് ട്രീ നിൽക്കുന്ന പോലെ വളരെ ശാന്തനായിട്ട് നിൽക്കുന്ന സ്ഥലം. കുറച്ച് കഴിയട്ടെ, നമുക്ക് ഭാഗ്യമുണ്ടേല് മേളോട്ട് എല്ലാം നേരത്ത് നല്ല മഞ്ഞ് കിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലത്തെ സ്ഥലങ്ങളല്ല ഇത്. കുറച്ച് കഴിയുമ്പോൾ റോഡ് ഇല്ലാതാവേ, അതാണ് ഇതിന്റെ ഏറ്റവും പീക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞാല്. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വെയിൽ ഭയങ്കരമായിട്ട് കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമാണ് ഇങ്ങോട്ട് വരാൻ. നമ്മളിപ്പം ഡീപ്പായിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പം നമ്മൾ ഇത് ഞെക്കി ഹിൽ ഡിസ്കണക്ട് കൺട്രോൾ റെഡി. എന്നിട്ട് ഇതാണ് സംഭവം. അതിന്റെ മോട്ടർ പിടിച്ചാണ് ഇവിടെ സിഗ്നൽ വന്നതാ. ഞാൻ എല്ലാം വിട്ടുതാ, ഇതെല്ലാം വിട്ടു. എടുത്തു വണ്ടി ഓട്ടോ ബ്രേക്കിംഗിലാ പോകുന്നത്. അത് ന്യൂട്രലാണ്, ഗിയറിലല്ല. പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സാധനം പിടിച്ചു നിൽക്കും. തന്നെയല്ല വണ്ടി അവിടെ ഹോൾഡ് ആയി നിൽക്കും. അതിനിപ്പോ സൗണ്ട് കേൾക്കുന്നത് ABS വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിയുടെ എല്ലാം വർക്കിംഗ് കേട്ടോ.
ഞാൻ ബ്രേക്ക് ചവിട്ടി അവിടെ നിന്നു, പാർക്ക് അല്ലെങ്കിൽ പാർക്ക് വിട്ടെ, പാർക്ക് ഇട്ടു, ഡി ഇട്ടു, എന്നാ അവസ്ഥ? ഉരുളും. പിടിച്ച ഉരുളുന്നേ. ഇനി ഞാൻ ചവിട്ടി നിർത്തി, ഈ ഹിൽ ഹോൾഡ് അങ്ങ് ഓഫാക്കി. ഓഫ്. സ്പീഡ് ഇത് സംഭവം ശരിയാട്ടോ. ഇതൊക്കെ സെൻസറാണോ തുമ്പി? അതായത് നമ്മുടെ ആ മൊഡ്യൂളാണോ കൺട്രോൾ ചെയ്യുന്നത്? ECM ത്രൂ കണ്ടിട്ടുണ്ടാ? ഇവിടുന്ന് നേരെ ECM പക്ഷെ ഇതിന്റെ ഓട്ടോ പാർക്കിംഗ് മാത്രം വർക്കാത്തില്ല, ഇതിന്റെ ഒരു സെൻസർ കംപ്ലൈന്റ്, അത് നമുക്ക് ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ട് തുറക്കണേ കേട്ടോ. ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു വിഷയമായിട്ടുള്ളൂ, അത് മാത്രമേ നമുക്ക് ചെയ്യാനും ഉള്ളൂ കേട്ടോ. നോക്കിയാൽ റോഡിന്റെ രൂപമൊക്കെ മാറി തുടങ്ങിയിട്ടോ. എത്തട്ടെ, കിളി വാർച്ച് ഞാൻ കൈ തരും അല്ലേ ലിബി? ഇവിടെ നോക്കടാ, ഒരു കല്ല് ഇപ്പൊ വീഴുന്ന് പറഞ്ഞാൽ ചേട്ടാ അതൊന്ന് കാണിച്ചേട്ടാ. ആ കല്ല് എന്തിനാ കുഞ്ഞെ ഇത്? നോക്കി, ഇത് നോക്കിയ തുമ്പി, ഇപ്പം വീഴും. ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന പോലെ. ദൈവത്തിന്റെ അനുഗ്രഹം ആർക്കൊണ്ടോ അവൻ രക്ഷപ്പെടും. ആ കല്ലിന്റെ മേലോട്ട് മഞ്ഞ് നിൽക്കുന്നു. എന്റെ പൊന്നെ, ഗ്രാമം നോക്കിയടാ ലിബിയേ, നമ്മൾ അങ്ങോട്ടല്ലേ ചേട്ടാ പോന്നേ. എന്ത് രസവാടാ കാണാൻ താഴ്വാര. സത്യം പറയാലോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടല്ലോ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ ഇതിനെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് വിദേശികളെ കൊണ്ടുവരണം കേട്ടോ. കാരണം ജൽജീവൻ മിഷൻ അതല്ലപ്പാ, അതായത് വിദേശികളെ കൊണ്ട് സെറ്റപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചാല് അങ്ങനെ ആകുമ്പോൾ ഭയങ്കര വിദേശ നാണയം നമ്മുടെ നാട്ടിലേക്ക് ടൂറിസപരമായിട്ട് എത്തും. അങ്ങനെയാണല്ലോ ഇന്തോനേഷ്യ ഒക്കെ ഈ രക്ഷപ്പെട്ടത്. ടൂറിസം ഇവിടെ പെടുത്താത്ത എന്നാ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ റോഡിനെ വിശ്വസിക്കാൻ പറ്റില്ല. റോഡ് എപ്പം വേണമെങ്കിലും ഇത് പൊളിയാം, അതിലെ കല്ല് വീരാം. അങ്ങനെ വിദേശികൾ വന്ന് കൂടി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. പിന്നെ അത് മാത്രമല്ല ചില സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ട്. അതെ, ഇത് നോക്കി, അങ്ങോട്ട് നോക്കി, വീഡിയോയിൽ ഇരിക്കുന്ന നോക്കി, എന്തൊരു രസമാടാ കാണാൻ വേണ്ടി, എന്ത് ഭംഗിയാടാ. പിന്നെ നീ ഇത് കണ്ടിട്ട് നമ്മൾ എവിടെ പോയത് പോലെ എനിക്ക് ഓർമ്മ വന്നേ? നമ്മൾ ഇവിടെ വന്ന പോലെ തന്നെയല്ലേ എനിക്ക് ഓർമ്മ വന്നേ? അതെ അതെ, വേറെ എവിടെ നമ്മൾ ഇത് കണ്ടില്ല. പക്ഷെ സ്വിറ്റ്സർലാൻഡ് ഒക്കെ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാട്ടോ. പക്ഷെ ഇതിപ്പോ എന്നെ അത് ഒരു യഥാർത്ഥ ഫീലിംഗ് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ഒന്നുമല്ല, പച്ചപ്പില്ലാത്തതുകൊണ്ട്. കാരണം സമ്മർ തുടങ്ങിയല്ലോ, സമ്മർ ആയതുകൊണ്ട് പച്ചപ്പില്ല. അല്ലായിരുന്നുണ്ടല്ലോ കിളി പാറിയാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ട്രാൻസ്പോർട്സിന്റെ. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ സാധനമാണല്ലോ. ഇവിടെ പബ്ലിക് ഗതാഗതം എന്ന് പറയുന്ന സാധനം കുറവായിരിക്കും അല്ലേടാ? അതായത് ഇവിടുത്തെ പബ്ലിക് ഗതാഗതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സാറ്റസിമോയും അതേപോലെ തന്നെ ഫോർഡിന്റെ വണ്ടിയില്ലേ, അതാണ് ഇവിടുത്തെ ഗതാഗതം. ഇതുണ്ട്, നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ച് നമുക്കൊരു ചെറിയ ടൗണ്, ചെറുതാട്ടോ, വളരെ ചെറിയ ടൗൺ ആണ്. അന്ന് ഇതിലേ നമുക്ക് പോയാൽ മതിയായിരുന്നല്ലേ. പിന്നെ അന്ന് നമ്മളോട് ആരോ പറഞ്ഞു പൂട്ടി, അങ്ങോട്ട് വിടൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോയി. ഇവിടെ ബസ് വരുന്ന റൂട്ട് അതുണ്ടല്ലേ, ബസ് കണ്ടില്ലേ? ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള സ്ഥലം മാത്രം നോക്കിയെടുക്കണേ. താർ, JK താർ. ഗൈസ്, വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാട്ടോ. ഇവിടെ നമ്മൾ വരാൻ നേരത്ത് ഇച്ചിരി നമ്മൾ അപ്ലിക്കാരോട് ബേക്ക് എടുക്കാൻ പറ, നമ്മളെവിടെ എടുക്കും? പുതിയ ട്രാൻസ് അല്ലേ, പുതുപുത്തൻ ട്രാൻസ് ഗൈസ്, പുതുപുത്തൻ ട്രാൻസ് ആട്ടോ. ഇതിപ്പം ഹിമാചലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരാട്ടോ, ഹിമാചലിന്നേ. ഹിമാചലിലോട്ടോ ഇനി പോന്ന. അടിപൊളി. കുതിരകൾ നോക്കിയാൽ എന്തോ പറയാന്ന് തുടങ്ങി, പണി തുടങ്ങി. അവര് റോഡ് കൂട്ടിയാക്കുവാ? അല്ലല്ലല്ല, ഇത് മൊത്തം മറ്റേ കുതിരയുടെ മേളിൽ സാധനങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് വിടുന്ന ഭയങ്കരം കുത്തനായി ഇറക്കാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ താഴെ, എന്ത് രസമാടാ ലിബിനെ. ഈ റോഡ് നമ്മൾ വന്നില്ലേ, നമുക്ക് ഭയങ്കര. ഇതാണ് നമ്മൾ കരുതിയ റോഡ്. കിട്ടിക്കഴിഞ്ഞിരിക്കണം, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയും റോഡൊന്നും ഇല്ല കേട്ടോ, അത് മൊത്തം ഇടിഞ്ഞു പോയി കേട്ടോ. ആ സൈഡ് ഇടിഞ്ഞു പോയല്ലേ. ഇത് വേറെ സുമോയും ട്രാൻസും ആണ് ഏറ്റവും കൂടുതൽ ഈ റൂട്ടിൽ കൂടെ ഓടുന്നത്. ഇത് നോക്കിയേ, ആ ബേലിപ്പാലത്തിൽ കൂടെ തുമ്പി പോണ്ടേ. കണ്ടോ തുമ്പി? കണ്ടോ? കുറെ പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് തുമ്പിനെ കൊണ്ട് ഞങ്ങൾ കല്ലെടുപ്പിക്കാന്ന്. തുമ്പിനെ കൊണ്ട് പിന്നെ കല്ലല്ലാതെ കശുവണ്ടി എടുപ്പിക്കാൻ പറ്റുമോ അല്ലേ തുമ്പി? ഗൈസ് നോക്കൂ, നമുക്ക് നേരെ തുമ്പിക്ക് അണ്ടി ഇഷ്ടമാ അല്ലേ, അതും കശുവണ്ടി. അത് കശുവണ്ടി ഞങ്ങളുടെ അവിടുത്തെ പറങ്ങാണ്ടി തന്നെ ഞങ്ങൾ കൊണ്ട് കൊടുത്തു. അതെ ഗൈസ് നോക്കിയേ, അവിടെ നല്ലൊരു കിടിലം വെള്ളച്ചാട്ടം വരുന്നുണ്ട്. നല്ല, അതായത് ഇതിന്റെ യഥാർത്ഥ വഴിയാണെന്നറിയാം അവിടെ, ആ വഴി അത് ഇടിഞ്ഞു പോയി. കണ്ടോ, ആ വഴി ഇടിഞ്ഞു പോയി. നമ്മൾ ഇനി തുടങ്ങിയിട്ട് ഇനി റോഡും തോടുന്നില്ല, ഇതേപോലെ ഒരു തിരിതിരിക്കും, ഒരു ചെറിയ ഗ്യാപ്പ്. ഇങ്ങോട്ട് നോക്കിയേ, അമ്പടാ കേമ ടോണിക്കുട്ട, എന്താ അവസ്ഥ എന്ന് നോക്കിയേ. അങ്ങോട്ട് തിരിച്ചു നോക്കിയാൽ ഇവനെ അവിടെ വെള്ളച്ചാട്ടം, ഇങ്ങോട്ട് നോക്കിയാൽ ഇവനെ ഇവിടെ സിംഗിൾ ഇതേപോലത്തെ ഒറ്റ പറ്റ റോഡ്. അതാണ് ഇതിനെ നമ്മൾ, ഞാൻ ഹിൽ ഹോൾഡ് ഒന്ന് ഓണാക്കി നോക്കട്ടെ തുമ്പി. ഡ്രൈവില് ഹിൽ ഹോൾഡ്, ഞാൻ ബ്രേക്ക് പിടിക്കുന്നു, ഹിൽ ഹോൾഡ് ഇടുന്നു, ഓണായി. ഡിസെന്റ് ഇത് തന്നെ. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക് ഒന്നും ചവിട്ടണ്ട, വണ്ടി തന്നെ തീരുമാനിച്ചോളൂ കേട്ടോ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. നമ്മളങ്ങനെ ഹിൽ ഹോൾഡൊക്കെ ഇട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഒരു മണയും ഗുണമില്ലാത്ത സാധനം കൊണ്ടൊക്കെയാണ് നമ്മൾ പല സ്ഥലത്തും പോകുന്നത്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ടെക്നോളജികളൊക്കെ നമ്മളൊന്ന് പരീക്ഷിക്കുക. ഇത് ABS-ഉം സാധനമൊക്കെ കൺട്രോൾ ആയിട്ട് എന്താ പരിപാടിയാന്ന് തോന്നുന്നു. എന്താ വഴി! ഇതാണ് കില്ലർ ക്രിസ്റ്റോ റോഡിൻ്റെ പ്രത്യേകത. ഇതൊന്നൊക്കെ മൂളിച്ച് കേൾക്കുന്നുണ്ട്, ഇതെല്ലാം വർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനത്തിൻ്റെ. കണ്ടോ, സ്മൂത്തായിട്ട് സാധനം ഇറങ്ങി വരുവാണ്.
നമ്മൾ കാല് കൊടുത്താലും കാല് കൊടുത്താൽ വണ്ടി നീങ്ങും കേട്ടോ, ചെറുതായിട്ട് കാല് കൊടുക്കുന്നതിനനുസരമായിട്ട് സാധനം നീങ്ങും. ഇത് കൊള്ളാലോ പരിപാടി ഗൈസ്. സംഭവം നമ്മുടെ പല വണ്ടിയിലും പല സ്ഥലത്തും അടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫീൽ ഇതിൽ കിട്ടത്തില്ല കേട്ടോ. കാരണം ഇതിന് ഭീകരത എന്ത് തോന്നത്തില്ലടാ. നമ്മുടെ പല വണ്ടിയിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്ര സെറ്റപ്പ് തോന്നുന്നില്ല. ചെറിയ വണ്ടിയല്ലേ, ഫീലിംഗ് തോന്നൂല ഗൈസ്. നമ്മളിങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. ഇത് കണ്ടോ, ഇനിയിപ്പോൾ ഈ വേലിപ്പാലം കയറണം. അവിടുത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ വേണ്ടി ഇറ്റ് ഈസ് വെരി നൈസ് ഗൈസ്, വെരി നൈസ്. അടുത്ത വണ്ടി വരുന്നുണ്ടോ ജെകെയുടെ, ഇത് കിസ്ത്വാറിൽ നിന്ന് വരുന്നുണ്ടോ, അതായത് ഹിമാചലിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഇത് മൊത്തം. ഗായ്സ് ഫൈനലി നമ്മുടെ വണ്ടി വേലിപ്പാലത്തിൽ കൂടെ പോകുന്ന നോക്കിയേ. ഈ സംഭവം എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു മല ഇടിഞ്ഞിട്ട് ഇവിടുത്തെ റോഡും എല്ലാ സാധനവും പോയതാണ്. എന്നിട്ട് ആർമി ടെമ്പററി ആക്കി ഉണ്ടാക്കിയ റോഡും ടെമ്പററി ആക്കിയെന്ന് ഇത് നോക്കിയേ, പാലം നോക്കിയേ, നേരെ നമ്മുടെ വണ്ടി പോകുന്ന പോക്ക് നോക്കിയേ. ഇനി പിന്നെ അവിടെ നിന്ന് ഇവിടുത്തെ പഴയ റോഡെന്ന് വെച്ചാൽ അവിടെ നിന്ന് കാണാൻ അങ്ങോട്ട് പോകുന്ന റോഡില്ലേ, ആ റോഡായിരുന്നു പഴയ റോഡ്. ഇപ്പം ടെമ്പററി ആയിട്ട് അടിച്ച പുതിയ റോഡ് കേട്ടോ. വണ്ടി എന്ന് വെച്ചാൽ പുല്ല് പോലെ നമ്മുടെ വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. കാര്യം എന്നാ, ഈ വണ്ടി 4x4 ആയതുകൊണ്ട് ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ ഐസ്. നമ്മൾ പോകാൻ നേരത്തെ ഈ ഉരുളൊക്കെ പൊട്ടിയിട്ട് പുതിയ വെള്ളച്ചാട്ടം കുറേ സ്ഥലത്ത് ഇതേപോലെ ഉണ്ടായി വരുന്നുണ്ട്. ഈ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ, അതായത് മഞ്ഞുരുകി നമ്മുടെ മണ്ണിൻ്റെ അകത്തോട്ട് പോയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഉരുളിലുണ്ടാകുന്ന വെള്ളച്ചാട്ടം കേട്ടോ ഇത് നോക്കിയേ. ആർമിയുടെ ഓരോ വണ്ടികൾ പോയിട്ട് ഓരോ സ്ഥലത്തുകൂടെ റോഡ് ഉണ്ടാക്കി വരുന്ന നോക്കിയേ. നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഈ മേളത്തെ റോഡാണ് റോഡ്. ഇത് ടെമ്പററി ആയിട്ട് ഇപ്പം താഴത്തെ റോഡാക്കി പണിതെന്നേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴികൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള റോഡാട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ വണ്ടി ഓടിക്കാനാണ്. ചില ആൾക്കാർ വണ്ടി മേടിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ വണ്ടി ഓടിക്കാതിരിക്കാനാ. എന്നാ ഹിൽ ഹോൾഡോ വേണ്ട, അത് ഞാൻ ഓഫാക്കിയതാ ഗൈസ്. അതായത് ചില ആൾക്കാർ വിചാരം വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് വീട് കട്ടറി ചാടി എന്തോ കുറ്റം പോലെ. വണ്ടിന്ന് അല്ല, വണ്ടിന്ന് വെച്ചാൽ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലാതെ വെറുതെ വണ്ടി മേടിച്ചിട്ട് 20,000-15,000 കിലോമീറ്റർ ഓടിച്ചിട്ട് കൊടുക്കാനുള്ളതല്ല. വണ്ടി കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. നമ്മൾ ചെളി കയറിട്ടാ ഇത് രസമായിരിക്കും. വേറെ കേസ് ഞാൻ പറയാം, ഇത് ചെളിയിൽ ഇറക്കാൻ കൊള്ളില്ല, വെള്ളത്തിൽ ഇറക്കാൻ കൊള്ളൂല ഈ വണ്ടി. സെൻസർ കംപ്ലൈന്റ് ഭയങ്കരമായിട്ടുള്ള വണ്ടി കേട്ടോ. മീൻസ് സെൻസർ വെള്ളത്തിൽ തട്ടി കഴിഞ്ഞാൽ ഏത് വലിയ കൊലവമ്പനായാലും കംപ്ലൈൻ്റ് ആവും. അതൊരു വലിയ സംഭവമാണ്. കണ്ടോ പോകുന്ന റോഡ് നോക്കിയേ ലിപിയെ ഗൈസ്. റോഡ് നോക്കിക്കേ, ഈ കാണുന്ന റോഡേ നമ്മളങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മേളിൽ നിന്ന് ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കാരണം കല്ല് വീഴാം, അങ്ങനെ പല കാര്യങ്ങളും മേളിൽ നിന്ന് സംഭവിക്കാം. അപ്പം ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ഓടിക്കാൻ വേണ്ടി. ഗൈസ് നമ്മളെടുത്ത എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം മണ്ണിക്കൂടെയും കല്ലിക്കൂടെയും വെള്ളത്തിൽ കൂടെ ഒക്കെ ഓടിക്കണം. അല്ലാതെ പൂജിക്കാനല്ല മേടിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഡിഫൻഡർ മേടിച്ചിട്ടുണ്ട് ഓഫീസിൽ പോകാൻ വേണ്ടി അല്ലേ ഗൈസ്. എൻ്റെ അടുത്ത് കാര്യം കിട്ടാനേ ഉണ്ടല്ലോ, അതിനെ ഇരുമ്പ് കല്ലാക്കിയാണ് ഞാൻ അല്ലേ ഗൈസ്. നമ്മളിപ്പോൾ ഒരു മല കയറാൻ വേണ്ടി പോകാട്ടോ. എൻ്റെ പൊന്നെ എന്ത് രസമാണ്, എന്ത് ഫീലിംഗ് ആണെന്നറിയാവോ. എന്താ രസം. ഇതിങ്ങനെ കയറ്റി ഇങ്ങനെ നിർത്തിയെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ അടുത്ത ഓപ്ഷൻ നോക്കൂ, ഇതാണ് 4x4 ഒന്ന്. അത് ഷോർട്ട് അതൊന്നുമില്ല, ഷിഫ്റ്റ് ന്യൂട്രൽ ആയി എൻഗേജ് ആയി. 4x4 വീണ വണ്ടി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് 4x4 ഒരു വണ്ടി ഓടിക്കുന്നത്. അതായത് 4 ഡിസ്കിലും വണ്ടിക്ക് പിടുത്തമായി. അല്ലേ 4 ഡിസ്കിലും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയൊക്കെ ഒരു 4x4 വണ്ടി കയറുന്നത്. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചല്ല കേട്ടോ. ഇപ്പം 4 വീലും പിടിച്ചു. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ലേ ഓടിക്കുന്നത്, എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. എന്റെ മേലെ കൂടെ വെള്ളം കൊണ്ടുവന്ന എന്തോ സംവിധാനം തോന്നുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ചേട്ടാ, ഇതൊന്നും ഇല്ലാതെ പോയേക്കുന്നത്. ഇത് കണ്ടോ, ഫുള്ള് വിറകൊക്കെ ആൾക്കാർ റോഡ് സൈഡിൽ സൂക്ഷിച്ചു വെച്ചാക്കുന്നത്. എന്ത് രസമാടാ കാണാൻ. ഗ്രാമസഭ നടക്കുന്നുണ്ട് അവിടെ. അങ്ങോട്ട് തിരിച്ച് അവിടെ ഗ്രാമസഭ നടക്കുക. അങ്ങോട്ട് അധികം പോകണ്ട, അതെ നമ്മളെ ഗ്രാമസഭ കൂടിക്കളെ ഗൈസ്. വിറക് മഞ്ഞത്തേക്ക് വേണ്ടിയുള്ളത് അവർ സെറ്റ് ചെയ്ത് വെച്ചാക്കുന്ന. സത്യം പറഞ്ഞാൽ ഈ 4x4 ഉണ്ട് കേട്ടോ. ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഇങ്ങനെ എടുത്തടിക്കുന്നില്ല, മനസ്സിലായോ. ഫ്രണ്ട് മാത്രം വലിയുന്നില്ല, ടയർ തെന്നുന്നില്ല. ശരിയാട്ടോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നെ. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഒരു വാട്ടർ ക്രോസിലെത്തിയേ.
ഇത് ചെറിയ വാട്ടർ കോഴ്സ് ആട്ടോ. എൻ്റെ അമ്മേ ഇത് നോക്കിയാൽ താഴോട്ടൊക്കെ കൊക്കൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായ കൊക്ക കേട്ടോ. താഴെ ഇഷ്ടംപോലെ കൃഷിപ്പാടവും അതേപോലെ തന്നെ ഇതുണ്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. റോഡുകൾ ഇതുണ്ടോ, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തെന്നുകയും ചെയ്യുവേ. ഇതുണ്ടോ, അതേ സമയത്ത് മീൻ കയറി വരുന്നുണ്ട് കേട്ടോ. രാത്രി നമുക്ക് ഇങ്ങനെയുള്ള വഴികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പകലാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കാൻ ഏറ്റവും നല്ലത്. പക്ഷെ ഞങ്ങളിതൊന്നും നോക്കൂല, രാത്രിയും പതിവില്ലാതെ ഞങ്ങൾ ഓടും അല്ലേ. എല്ലാം ഒരു ഭാഗ്യം തന്നെ. നോക്കി നേരെ എല്ലാ സാധനവും കട്ട് ചെയ്ത് നേരെ കയറി. ഇതൊക്കെ എന്ന് വെച്ചാൽ ടെമ്പററി റോഡാണ് കേട്ടോ. അടുത്ത ഇനി റോഡിന് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഈ റോഡ് ഉപയോഗിക്കും. അതേപോലെ ഇവിടെ വീടുകൾ, ആ വീടുകളിലോട്ട് കയറിപ്പോകുന്ന വഴികളും ആയിരിക്കും ഇത്. എന്നാ ചേട്ടാ ലിബിനെ, നിന്റെ പാരായണം കഴിഞ്ഞോ? കഴിഞ്ഞു. ആ താഴെ കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. എന്നാ അത് എൻ്റെ പൊന്നെ. പക്ഷെ സംസ്കാരിൽ വേറൊരു രീതിയും കില്ലറിൽ വേറൊരു രീതിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഒന്നിനൊന്നും മെച്ചം ഒന്നിനൊന്നും വ്യത്യാസമാണ്. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു സാധനം. ഇതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഫോറസ്റ്റാണ്. ഈ കാണുന്നില്ലേ, ഇതൊക്കെ പൈൻ ഫോറസ്റ്റാ. സമയത്ത് ഫുള്ള് മഞ്ഞുമലയാ. സമയത്രേ 1:30. ഫീലിംഗ് അറ്റ 6 മണി ആയ പോലെ ഇല്ല നാട്ടിലത്തെ. ഇത്രയും പെട്ടെന്ന് നമുക്ക് കയറണം. അതാ ഞാൻ പറഞ്ഞില്ല, പരിപാടി പാളും. നിങ്ങൾക്ക് 6 മണിയായ ഫീലിംഗ് വരുന്നില്ലേ? 6 മണിയായ ഫീലിംഗ് ആയി തുടങ്ങി. അതാ പറഞ്ഞ ഇറങ്ങണല്ലേ ഇച്ചിരി പാടാ. നമ്മൾ പോകേണ്ട വഴി നിങ്ങൾ കണ്ടോ കേട്ടോ. നിങ്ങൾ കണ്ടോ, ആ കാണുന്ന പൊത്തുപോലിരിക്കുന്ന സ്ഥലത്തിലൂടെയാണ് നമ്മളിനി പോകേണ്ടത്. ഇറങ്ങിയും നിന്നും കയറിയും നരങ്ങിയൊക്കെ കയറാൻ വേണ്ടി പോകുന്ന സ്ഥലം അതാ. ഇത് കുറച്ച് നേരം കൂടി ഇനി ഇങ്ങനത്തെ വഴികൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ റോഡേ ഇല്ല. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. ഇനി റോഡൊന്നും ഉണ്ടാകുന്നതല്ല. എൻറ്റയർലി ഡാർക്ക് മൂവ്മെന്റിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇനി 39 കിലോമീറ്റർ ഉള്ളൂ ഹിമാചൽ എത്താൻ വേണ്ടി. ഹിമാചൽ നമ്മൾ എവിടെ എത്തുക? ഹിമാചൽ നമ്മൾ കില്ലറിലെത്തുക. കില്ലർ ക്രിസ്താർ പോവാൻ ചേട്ടാ. എടാ കില്ലർ ക്രിസ്റ്റോർ ഏതാ? മറ്റേ പേരെന്തോ അത് സംസ്കാരത്തില്ലേ തുമ്പി ഒന്ന് സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് പോവാം ചേട്ടാ. കിട്ടിലും വഴിയാട്ടാ. അതിലെ ജീവിതത്തിൽ ഒരിക്കൽ പോകേണ്ട വഴിയാ. ഞങ്ങൾ പോയതാ. പോലെ ചേട്ടാ, ഈ വഴിയൊന്നും അല്ല. പോയാലോ ഗൈസ്? നോക്കൂ, നമ്മൾ പോകുന്ന വഴി അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ടഫ് റൂട്ടിൽ കൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കില്ലർ കിസ്ത്വാർ, അങ്ങനെ ഇബുൾ ജെറ്റ് ഇതാ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ആ പണിക്കും ആരെങ്കിലും ഇതേപോലെ ലക്ഷറി വണ്ടി മേടിച്ചിട്ട് ഇതേപോലത്തെ ഈ കുണ്ണായ്മ കാണിക്കുമോ? ഇല്ല. ഇത് നോക്കിയേ, എൻ്റെ അടുത്തൊക്കെ ഡിഫൻഡർ കിട്ടിയായിരുന്നുണ്ടല്ലോ, ഞാൻ അതിനുണ്ടല്ലോ പറത്തിയാണ് 4-ാം ദിവസം ഷോറൂമിൽ. അല്ലേ, അവർക്ക് എന്നും തലവേദന. നമ്മൾ പോകേണ്ട വഴി ഇതാണ്. അതിന് ശേഷം നമ്മൾ ചെന്നെത്തേണ്ട വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിലെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. അവിടുന്ന് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പറയൂ ലിബിൻ. പാവം ഒരു കുഞ്ഞിക്കൊച്ച് സെൽഫി എടുക്കുന്നു. മോനെ സുഖമാണോ? ഇങ്ങ് വാ കുട്ടാ. റോഡ് നോക്ക്, ഇതിന്റെ 10 ഇരട്ടി കേട്ടോ സംസ്കാര വാലിറ്റൂലേ. നമുക്ക് വിദേശത്തോട്ടല്ല പോകാൻ പറ്റൂലാത്തേ ഉള്ളൂ. അതെ, ഇന്ത്യ കൂടെ നമുക്ക് പോകാൻ പറ്റൂലോ. അതെ. അപ്പം നമ്മൾ പണി തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഐക്കോണിക്. ഇത് ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവർക്ക്, ഈ വീട്ടിൽ കയറിയിട്ട് വണ്ടി പോകും മറ്റേ പോറും പേടിക്കുന്നവർക്ക് പറഞ്ഞു, ഈ വണ്ടിക്ക് കംപ്ലൈന്റ് വരും, വർക്ക്ഷോപ്പിൽ കയറും, അങ്ങനെയൊക്കെ പേടിക്കുന്നവർക്ക് പറ്റിയ പണിയല്ല ഇത്. ഇത് പണി വരും. ഇതൊക്കെ ചിന്തിച്ച് അതേപോലെ തന്നെ ഇത്തരം അഡ്വഞ്ചറൊക്കെ ആഗ്രഹിച്ച്, അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി മറ്റേ എന്താ പറയുക ഓഫ് റോഡ് ട്രാക്കിൽ ഓടിക്കുന്നുള്ളൂ. ഇത് നാച്ചുറൽ. അതെ, നാച്ചുറൽ ഗെയിം ഒള്ളി. അതായത് നാച്ചുറൽ ഗെയിം ഒള്ളി, നോട്ട് ഓഫ് റോഡ് ട്രാക്ക്. ഞങ്ങളുടെ ഗെയിം മൊത്തം അങ്ങനെയാണ്. ദാറ്റ് ഇസ് ദ അവർ ഐക്കോണിക്കൽ. അതാണ് ഞങ്ങളുടെ ഒരു കൊട്ടേഷൻ. യുവർ ഡ്രീം അവർ വേൾഡ്. നോക്കൂ, അതായത് ട്രാക്ക് ഉണ്ടാക്കി അതിൻ്റെ അത്ര ഓടിക്കുന്ന പോലെ അല്ല. ഇത് എപ്പോഴും അഡ്വഞ്ചറാണ്. എന്ത് സംഭവിക്കും, ഫ്രണ്ടിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും എങ്ങനെ സംഭവം എന്നറിയാം. ഫോർഡ് ഉള്ളപ്പം ഫോർഡിന്റെ കമ്പനിയും കൊണ്ട് വരും. കാര്യം എന്നാ, ബെനിഫിറ്റ്. ഇല്ലാത്ത സമയത്ത് ഫോർഡിന്റെ ഒരു വണ്ടിയും കൊണ്ട് വരില്ല. ഇല്ലാത്ത കമ്പനിയും കൊണ്ട് പോകുന്നതാണ് ചങ്കുറപ്പ്. അതെ അല്ലേ ഗൈസ്? അപ്പം പണി തുടങ്ങാം. നമുക്ക് നേരെ ഇറങ്ങാം. പണി തുടങ്ങാം. പണി തുടങ്ങിയിരിക്കുകയാണ്. നമ്മളങ്ങനെ വണ്ടി ഇറക്കുവാണ്. ഇനി ഇവിടുന്ന് അപ്രോക്സിമേറ്റ് നമുക്ക് നിസ്സാര ദൂരമുള്ളെങ്കിലും ഞങ്ങളുടെ ബസ്സും കൊണ്ട് വന്നതിനെ കലക്കിയാണ്. ഗൈസ് നോക്കൂ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലുള്ള വണ്ടികൾ മേടിക്കുന്നത് ഇതുപോലെ ട്രാക്കിൽ ഓടിക്കാനാണ്. ഇപ്പം നമ്മളുള്ളത് സംസ്കാർ വാലി ടു ലേയിലല്ല, നമ്മളുള്ള കില്ലർ ക്രിസ്റ്റോറിലാണ്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ റോഡായ സംസ്കാർ വാലി ടു ലേ നമ്മൾ ഓടിച്ചാണ്. നമ്മുടെ നാട്ടിൽ ചിലരുണ്ട് ഡിഫൻഡറും ബയോഗ്രാഫിയും ഒക്കെ മേടിച്ചിട്ട് നാട്ടിലും അതുപോലെ തന്നെ ഓഫീസിലും പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. ഞങ്ങൾ കണ്ടോ അന്നത്തെ കാലത്തുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടികൾ നിങ്ങൾ കണ്ടോ കേട്ടോ.
അല്ലേ ലിബിനെ? അതെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഇറങ്ങിപ്പോവാ കേട്ടോ. ഇത് അത്യാവശ്യം റിസ്ക് ഉള്ള റോഡാണ്, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ റോഡല്ല. പക്ഷേ ഇതിൽ ഇവരുടെ ചെറിയ രീതിയിലുള്ള ടാക്സികളും സംഭവങ്ങളൊക്കെ പോകുന്ന സ്ഥലമാട്ടോ ഈ ഒരു സ്ഥലം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ വാഹനത്തെ സംബന്ധിച്ച് ഇതിന് അത്യാവശ്യം ന്യൂജൻ രീതിയിൽ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. ഇതിനില്ലാത്ത ഒരു പരിപാടിയില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേട്ടോ. നോക്കിക്കുക നിങ്ങൾ, എന്ത് രസമെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. ഈ സംഭവമൊക്കെ നേരത്തെ ടാറിങ് ഉണ്ടായിരുന്ന, ഇത് ടാറിങ് പോയതാട്ടോ. ഇവിടെ ഒരിക്കലും റോഡ് പണിതാൽ ചൊവ്വാവില്ലേ, ഒന്നേ മല ഇടിഞ്ഞു പോവും, അല്ലെങ്കിൽ ഇതേപോലെ റോഡ് ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. എൻ്റെ മോനെ നാടോട്ടുള്ള ഡീപ്നെസ് നോക്കിയേ, ആ ഡെപ്ത്നെസ് നോക്കിയേ, എന്താ അത്? താഴോട്ട് നോക്കിയാടാ, എന്നാ നോക്കിയാൽ നീ കാണുന്നത്? ഇതൊക്കെ അത്യാവശ്യം ഡീപ്പ് ഇറക്കും കേട്ടോ. നമ്മൾ നമ്മുടെ SS-നെ കൊണ്ട് GT-നെ കൊണ്ടൊക്കെ വരുന്നെങ്കിൽ ബ്രേക്ക് ചവിട്ടി ഇറക്കും കേട്ടോ. ഇതിന് പിന്നെ ഹിൽ ഹോൾഡോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ട്രാഷനോ അങ്ങനത്തെ എന്തൊക്കെ സാധനമൊക്കെ ഉണ്ട് ഇതിന്. പക്ഷെ ഞാൻ ബ്രേക്ക് ചവിട്ടി ഇറക്കുന്നത്, ഞാൻ ഇങ്ങനത്തെ കാറൊന്നും ഓടിച്ച് എനിക്ക് വലിയ പരിചയമില്ല. കാരണം ഇതൊന്നും ഉപയോഗിച്ച് എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല കേട്ടോ. അല്ലേ നോക്കിയേ, ഇറങ്ങുന്ന വഴിയെന്ന് വെച്ചാണ്ടല്ലോ ഡീപ്പായിട്ടുള്ള വഴികളാട്ടോ. ഡീപ്പ് എന്ന് വെച്ചാൽ ഡീപ്പ്. ലിബിനെ എപ്പടി ഇരിക്കടാ ലിബിനെ? ആ എങ്ങനെയുണ്ട്? അടിപൊളി. എടാ പട്ടി ചിലപ്പോൾ നിനക്ക് പണി തരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇല്ല, എന്നെ ഒന്നും ചെയ്യൂല. ആണോ? ഞാൻ ക്ഷത്രിയനും മൂഹനുമാണ്. ഒരു പട്ടി വരുന്നുണ്ടല്ലോ. ഇല്ല ഒന്നും ചെയ്യൂല. ഗൈസ് നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ എൻ്റയർലി ഡാർക്ക് മൂമെൻറ്റാ. ഇത് സംഭവം ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാട്ടോ. നമ്മൾ ഓരോ ബേലിപ്പാലത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇതേപോലെയുള്ള റൂട്ട് വരാൻ നേരത്ത് നമ്മൾ മാക്സിമം രാവിലെ വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവിടെ ഉണ്ടല്ലോ ടൈം പെട്ടെന്ന് ഈ ഇടുക്കിലായതുകൊണ്ട് 4 മണി 4:30 ആകുമ്പോൾ സംഭവം മൊത്തം ഇരുട്ടാവും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 1:43 ആയതേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു ഗതി ആയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പം നേരത്തെ വരാൻ ശ്രമിക്കുക ഇതുപോലുള്ള സ്ഥലങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ടല്ലോടാ? നല്ല തണുപ്പുണ്ട് അവന്. ഇതാണ് ബേലിപ്പാലം കേട്ടോ. ഇത് ഈ ആർമി, ഇത് BROയുടെ പാലമാണ്. ഓ ഡീപ്നെസ്. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി ഈ കാണുന്ന ടെമ്പററി റോഡിൽ കൂടെ എബിൻ എടുക്കും നോക്കിയാൽ. എബിൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഇപ്പം നല്ല തണുപ്പെന്ന് വെച്ചാൽ അന്യ തണുപ്പുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, വണ്ടി തെന്നാൻ സാധ്യതയുണ്ടെന്ന് എല്ലായിടത്തും ഇതുപോലെ ഇതുണ്ടാകും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മഡായിട്ടുള്ള റോഡാണ്. അതായത് ഏത് സമയത്തും റോഡ് ചെറുതായിട്ടൊരു വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തന്നെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കയറി പോകുന്ന നോക്കിയാൽ അപ്പോൾ വണ്ടി എന്ന് വെച്ചാൽ കിടുക്കാച്ചി വണ്ടി ആയതുകൊണ്ട് 4x4 ആയതുകൊണ്ട് റോഡ് അങ്ങനെ ഒരു വിഷയമല്ല കേട്ടോ. നേരെ കയറി പോകുന്ന നോക്കിയാൽ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാട്ടോ ഈ വണ്ടിയൊക്കെ എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. വലിയ പത്തർ ഉണ്ടാവും ഈ റോഡിനകത്ത്. പത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കല്ലുകളുണ്ടാവും. അപ്പോൾ ആ കല്ല് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം നമുക്ക് വണ്ടികൾ എടുക്കാൻ വേണ്ടി. ഇപ്പം നോക്കിയാൽ പരമാവധി പയ്യെ നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുന്നത് ആവേശം കാണിക്കില്ല, വളരെ പയ്യെ ചെയ്യാൻ വേണ്ടി. നമ്മുടെ നാട്ടിലത്തെ ഓഫ് റോഡ് ചെയ്യുന്നതല്ല, ഇവിടെ നല്ല തണുപ്പാണ്. അതാകുമ്പോൾ ഹൈ ആറ്റിറ്റ്യൂഡിൻ്റെ നല്ല പ്രശ്നമുള്ള സ്ഥലമാണ്. അപ്പോൾ വണ്ടിക്കും കൺഫേംഡ് ആയ രീതിയാണ് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി. പട്ടിയെ പിടിക്കാൻ വേണ്ടി വന്നതല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതിന് കൊടുക്കാനും പറ്റിയില്ലോടാ ലിവിനെ. ലോഡ് വണ്ടി എന്നാ പറഞ്ഞോ? നമ്മളോട് പറഞ്ഞില്ലല്ലോ. അങ്ങ് വന്ന് തൊട്ട് പറയുന്ന ആണോ? കേറിപ്പോന്ന് പറഞ്ഞേ. മസ്ത 4x4 ആണല്ലോ, പാവത്തിന് അന്നം കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഒതുക്കി വെച്ചാൽ മതിയായിരുന്നു. നോക്കിയേ എൻ്റെ പൊന്നെ, അത് കയറി വരുവോടാ പട്ടി? ഇല്ല സാധ്യതയുണ്ടോ? ഇല്ല. വേണേ ഇവിടെ ഒതുക്കി വെച്ച് പോയി കാണും. അതിന് കൊടുത്തിട്ട് പോയാൽ മതി. നമുക്ക് ഇവിടെ ഒതുക്കാടാ. നോക്കണേ, എസ്എമ്മിൽ കയറി പോയില്ലേ? പോയില്ലേ? നോക്കിയാ ആ കയറി പോയില്ലേ തുമ്പി? ആ ഗ്യാപ്പില് ഫുള്ളി കയറി. ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കേട്ടോ ഇത്. അത് പോയാ എന്നാ പറ്റിയേ? വായോ എന്നാ പേടിച്ചു പോയി. പാവം. ഇല്ല, എന്ത് പറ്റി? പേടിച്ചു പോയി അല്ലേ? അവിടെ എത്തുമ്പോൾ കൊടുക്കാം ലിവിനെ. ഓ ഗൈസ്, നമ്മുടെ വണ്ടി നേരെ കയറി കയറിപ്പ് നോക്കി. ഏതായത് ഇതിക്കൂട്ടുള്ള മഡുള്ള റോഡിൻ്റെ അകത്ത് കണ്ടോ, കണ്ടോ, വളരെ സാവധാനം കയറി വരുന്നുണ്ടോ? അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഈ റോഡിൽ നിന്ന് തെന്നാൻ വളരെയധികം ചാൻസ് കൂടുതലാട്ടോ. എത്ര 4x4 ആണെന്ന് പറഞ്ഞാലും ഇതുണ്ടോ,
ഈ വണ്ടി കയറി കിടന്നതിൻ്റെ ഇപ്പുറം വലിയ കൊക്കയാണ്, ഇതുണ്ടോ? അത് ഇപ്പം കട്ട് ചെയ്ത് കയറ്റി വിടുന്ന നോക്കി. ഇങ്ങോട്ട് വന്നേ മൊത്തം മൂഡ് മാറി. ആണോ? പിന്നെ എക്സ്ട്രീം ആയില്ലേ? എക്സ്ട്രീമായി. അതായത് ഇനി ഇങ്ങനത്തെ റോഡ് നമുക്ക് സ്വപ്നങ്ങൾ മാത്രം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ബീഹാർ ഇത് അടുത്ത കൊല്ലത്തേന് ഇതൊക്കെ നല്ല സൂപ്പർ റോഡാകാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്നൊരു വണ്ടി വന്നേ, അപ്പം അത് ഒതുക്കിയാക്കുന്നെങ്കിൽ പീക്ക് സ്ട്രീമിലാട്ടോ വണ്ടി ഒതുക്കിയാക്കാൻ നോക്കി. കറക്റ്റ്, ഒരു കൈവരിയില്ല, ഒരു സാധനമില്ല. ഇവിടെ എന്ന് വെച്ചാൽ ധൈര്യം. ഇതിൻ്റെ ലൈസൻസ് എന്ന് വെച്ചാൽ ധൈര്യമുള്ളവർ മാത്രം ഈ റോഡിൻ്റെ അകത്ത് വണ്ടി ഓടിക്കുക. ഇത് നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല. ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വളരെ ഡീപ്പായിട്ടുള്ള ഇതാട്ടോ, ഗർത്താട്ടോ. ഇതുണ്ടോ ഞാൻ പരമാവധി 5 ഇട്ടിട്ടാണ് ഈ സാധനം ഷൂട്ട് ചെയ്തത്. നോക്കിയേ എന്തോ ഒരു താഴ്ച ഉണ്ടെന്ന് നോക്കിയേ. നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ നേരത്തെ, വ്ളോഗ് ചെയ്യാൻ നേരത്തെ നമ്മുടെ കൈയും കാലും ഒക്കെ ശരിക്കും നിന്ന് വിറയ്ക്കും. അമ്മാതിരി താഴ്ച കേട്ടോ ഇവിടെ. ഗൈസ് നോക്കൂ, നമ്മളെ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകം വെച്ചാൽ ഇത് അത്ര ലോങ്ങർ അല്ല കേട്ടോ. ആകെ 50 കിലോമീറ്റർ 38 കിലോമീറ്റർ ഇങ്ങനെ ഉള്ളൂ. സംസ്കാർ വാലി ടു ലേ എന്ന് വെച്ചാൽ 250 കിലോമീറ്റർ 240 കിലോമീറ്റർ ഇതേപോലെ എക്സ്ട്രീം ആയിട്ടുള്ള റോഡാ. അറിയത്തില്ലടാ നിനക്ക് ലിവിനെ? അതെ എനിക്കറിയാം, പക്ഷെ പുള്ളിക്കാരൻ അറിയത്തില്ല, തുമ്പിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാ, കാരണം തുമ്പി അവിടെ പോയിട്ടില്ലല്ലോ. ഗൈസ് നോക്കൂ, അത് 258 അത്രണ്ടെങ്ങാനും ഇതേപോലെ തന്നെ വേണം നമ്മൾ പോകാൻ വേണ്ടി. മഞ്ഞുമല കണ്ടു തുടങ്ങിയല്ലോ, സംഭവം ശരിയാട്ടോ. അവിടെ മഞ്ഞ് വീണു മേളല്ലേ. ലേ റോഡ് ബന്ധാന്നാ എനിക്ക് തോന്നുന്നത്. നിനക്കോ? എന്തായാലും ധൈര്യം പോകാൻ പറ്റുമോ? നമ്മളന്ന് ഇതെന്നെ സംബന്ധിച്ചോ, ഇങ്ങനത്തെ വണ്ടിയൊക്കെ മേടിച്ച് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഓർഡർ കേട്ടോ. ഇതിനു വേണ്ടി ഇത് ഉണ്ടാക്കിയാക്കുന്നത്. അല്ലാതെ വീട്ടിൽ പൂട്ടിക്കെട്ടി വെക്കാനോ അല്ലെങ്കിൽ 30,000 40,000 അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ താഴെ കിലോമീറ്റർ ഓടിക്കാനൊന്നും അല്ല ഇങ്ങനത്തെ വണ്ടി നമ്മൾ കമ്പനി ഉണ്ടാക്കി വിട്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സ്പെക്കുള്ള സാധനമാണ് ഡിഫൻഡർ. ഒരു മനുഷ്യൻ ഇങ്ങനത്തെ പണിക്ക് ഇറക്കുമോ? അങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർ നല്ലവരാണ്. കാരണം അവർ ഭയങ്കരമായിട്ട് അഡ്വഞ്ചറിനെ സ്നേഹിക്കുന്നവരല്ലേ ലിവിനെ? അതെ, അതായത് നമ്മുടെ നാട്ടിലെ പൈസ ഫോർ വീലല്ല, ഞാൻ 2 വീലിലാണ് കയറ്റുന്നത്. അല്ല, നമ്മുടെ നാട്ടിലെ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇപ്പം മറ്റേ ഇതെടുക്കുന്നത് ഡിഫൻഡറും ഓട്ടോബയോഗ്രഫി അല്ലേ? ശരിക്കും അതിന്റെ അർത്ഥം എന്നാ? ശരിക്കും അത് അഡ്വഞ്ചറിന് വേണ്ടിയുള്ള വണ്ടിയാ. അഡ്വഞ്ചർ വണ്ടി അല്ലേ? ഡിഫൻഡറോ അല്ലേ? ഓഫ് റോഡിങ്ങിന് മറ്റേതില്ല. എന്തിനാണ് പേടിക്കുന്നത്? 5 കൊല്ലത്തെ വാറണ്ടി ഇല്ല കമ്പനിയുടെ. ആ സമയത്ത് ഓടിച്ചങ്ങ് മുതലാക്കുക, എന്നിട്ട് വിൽക്കുക, എന്നിട്ട് കൊടുക്കുക. വാറണ്ടി ഉണ്ട്, പക്ഷെ ആ വാറണ്ടിക്കകത്ത് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. എന്നാ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ. ഓ മോനെ ലിവിനെ, നീ 4x4 നമ്മൾ രണ്ടാമത്തെ മേളിലേക്ക് ഞാനേ ഒരു മിനിറ്റ് ഇവിടെ വണ്ടി നിർത്തുവാണേ. വണ്ടി നിർത്തി ന്യൂട്രൽ ഇട്ടു. ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തെ ഫെസിലിറ്റി ഒക്കെ ഉള്ള വണ്ടി ഓടിക്കുന്നത്. ഇതേ ഈ 4x4 ഞെക്കി വിട്ടോ. അത് എൻഗേജ് ആവാൻ 3 സെക്കൻഡ് എടുക്കും. ആയി. ട്രാക്ഷൻ ഓഫ് എന്ന് കാണിക്കുന്നത്. ട്രാക്ഷൻ ഓഫ് ആയി കഴിഞ്ഞാൽ എൻഗേജ് ആയി. ഇല്ല, ഓഫ് ആയി. ഒരു മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഞെക്കി. അതെ പ്രോസസ്സിംഗ്, ഷിഫ്റ്റിംഗ് പ്രോസസ്സിംഗ്. ഓക്കെ ഇടട്ടെ തുമ്പി, ഡ്രൈവിലേക്ക് ഇടട്ടെ. ഡ്രൈവിലേക്ക് ഇട്ടു. വണ്ടി 4x4 പിടിച്ചു. ദേ കാല് കൊടുക്കുന്നു. ഇപ്പം 4 വീലിലും വണ്ടി ഓടുക കേട്ടോ. എന്റെ പൊന്നെ, അങ്ങോട്ട് നോക്കിയ തുമ്പി. മുന്നേ ടയർ ഇല്ല, കറങ്ങുന്നില്ല. വ്യത്യാസം മനസ്സിലായോ? പക്ഷെ ഇതിലും ടഫ് റോഡിൽ ഞാൻ ലിവിന മറ്റേ ബസ് കയറ്റിയതാട്ടോ. അത് ഇത് വെച്ച് കഴിഞ്ഞാൽ പീക്കായിരുന്നു, പീക്ക് അല്ലടാ ലിവിനെ? ഇങ്ങനെ കയറി കാണുമല്ലോ ഒരു സ്ഥലത്ത്. എന്നിട്ട് ആ കമ്പനിക്കാർ നമ്മളെ മൈൻഡ് ചെയ്തില്ല അല്ലടാ? അതെ അതെ. വണ്ടി നമ്മൾ കൊടുത്തു കേട്ടോ. നമ്മുടെ SS നെപ്പോളിയൻ സെയിലായിപ്പോയി. അതിനെ നമ്മൾ കൊടുത്തു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി. അപ്പം അത് ഇച്ചിരി താമസമുണ്ട് കേട്ടോ നമ്മുടെ പുതിയ ക്യാരവൻ വരാൻ വേണ്ടി. സംഭവം വേറൊന്നുമല്ല, അത് ഞാൻ നിങ്ങൾ പറയാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിലെ കറങ്ങി പോകണമെന്നാണ് കാണിക്കുന്നത്. किलर जाने के लिए कौन सा रास्ता है? ये रास्ता किधर जाएगा? ओ विलेज है. अच्छा अच्छा अच्छा, ओ किलर ये रास्ता है ना? താങ്ക് യു ഗൈസ്. നോക്കൂ, നമ്മൾ അവരോട് പറഞ്ഞു വളരെയധികം നന്ദിയുണ്ട് വഴി പറഞ്ഞു തന്നതിന്. മാപ്പ് ഇട്ടിട്ടുണ്ട്, മാപ്പ് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ചോദിച്ചിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് NH-ആട്ടോ, ഇത് ദേശീയപാതയത്. ഇത് ഈ റോഡാ? ഈ റോഡ് NH-ആണോ? നാഷണൽ ഹൈവേ ആണ്. ഇത് നാഷണൽ ഹൈവേ. അത് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു നാഷണൽ ഹൈവേ ആയിരിക്കില്ല. ഇത് കില്ലർ കിസ്ത്വാർ റോഡല്ലേ? ഇത് ഭയങ്കര പേര് കേട്ട റോഡാ. ഇത് മറ്റേ ബോർഡർ ഇതിന്റെ ലിബിനെ, ഇത് ലോകത്തിലെ ഏറ്റവും ഫേമസ് റോഡിലൊരു റോഡാ. അതായത് പിന്നെ സംസ്കാർ വാലി ടു ലേ ഇതൊക്കെ ലോകത്ത് വലിയ വലിയ റൈഡർമാരൊക്കെ ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന റോഡാണ് ഈ റോഡ്. ഇത് മഞ്ഞുകാലത്ത് ഇങ്ങോട്ട് വരരുതേ. ഇനി ഇതിന്റെ ആവശ്യമില്ല തുമ്പി 4x4.
ആണോ? ഈ 4x4 അത്രയും കൂടെ നിങ്ങൾക്ക് ലോഡ് കൂടുതൽ എടുക്കത്തുള്ളൂ. ചേട്ടാ ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ 4x4 അത് മൈലേജ് കുറയും? മൈലേജിനകത്ത് അധികം അങ്ങനെ വ്യത്യാസം വരില്ല. ഇല്ല ഇല്ല ഇല്ല, കുറച്ച് പാറ് നോക്കിയവനെ ഇപ്പം പോലും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ അലുവ കട്ട് ചെയ്ത് വെച്ചാക്കുന്ന മൈസൂർ കേക്ക് എന്നൊക്കെ പറയുന്നില്ല നമ്മള്, മൈസൂർ പാക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചാക്കുന്ന പോലെ. ആ റോഡായി കേട്ടോ, ഇനിയിപ്പോ റോഡായി. ഇപ്പൊ റോഡായി, ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ റോഡായിന്ന്. റോഡായി ഇനി അപ്പം വലിയ കുഴപ്പമില്ല. ഇതെന്നാ അതാ ഗിയർ 4 പിടിച്ച, 4 പിടിച്ചല്ല, ആ ഗിയർ ട്രാൻസാക്ഷൻ്റെ. ഇനിയും നമുക്ക് ന്യൂട്രലിലേക്ക് ഇടാം. ഇതേ ന്യൂട്രലിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ആ സ്വിച്ച് ഒന്ന് ഒറ്റ പ്രസ് ചെയ്യുന്നു. ഷിഫ്റ്റ് ഇൻ പ്രോസസ്സിങ്. ഓക്കെ, ഡ്രൈവിലേക്ക് ഇടുന്നു. 2x2 ആയി വണ്ടി നേരെ കാലെടുക്കുന്നു, വണ്ടിയും കൊണ്ട് പോകുന്നു. പരിപാടി കഴിഞ്ഞു അല്ലേ ലിബി? അതെ. ആഹാ, എന്താ സ്ഥലം! മെയിൻ സ്ഥലങ്ങള് കഴിഞ്ഞു. ഇനി ആകെ ഹിമാചൽ പ്രദേശിലേക്ക് 37 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ഹിമാചലിലോട്ടാ കയറുന്നത്. ആഗ്ര വഴി നമ്മൾ ഈ പ്രാവശ്യം ഡൽഹിക്ക് കയറുന്നത് അല്ല, ഡൽഹി കഴിഞ്ഞല്ലേ ആഗ്ര. അപ്പൊ ഹിമാചൽ പ്രദേശ് ഞാൻ ഇന്നേ വരെ ഹിമാചൽ തുമ്പി നേരെ കറങ്ങി മണാലി അല്ലെങ്കിൽ ലേ വഴി മണാലി അങ്ങനെ വേണമെങ്കിലും താഴോട്ട് തുമ്പി, പിന്നെ വീണ്ടും തിരിച്ച് ചണ്ഡീഗഡ് തന്നെ വരും. നോക്കൂ, നമ്മൾ അങ്ങനെ ഒരു വാട്ടർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാട്ടർ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ നല്ല തനിനീരാ. ആ മുഴ ഇടിക്കാൻ സാധ്യതയുണ്ടോ തുമ്പി? ഒരു മുഴ ഉണ്ടായിരുന്നു നടുക്കുന്നത്. ഇല്ലല്ലോ. ഈ 20 ഇഞ്ച് വീലിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഇത് നാച്ചുറൽ പാനി കേട്ടോ, അതായത് തണ്ടപ്പാനി. ഞാൻ തണ്ടയായിരിക്കും പറയും, ഫ്രിഡ്ജ് വെച്ചാലും കൂളിംഗ് ആയിരിക്കും. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വാട്ടർ ക്രോസ് ആട്ടെ കാണും. എന്ത് രസമാണെന്ന് അറിയില്ല. ഓടി നല്ല രീതിയിലുള്ള കാലാവസ്ഥയും നല്ല റോഡും നല്ല സെറ്റപ്പുമാണ്. നല്ല വെയിലും അങ്ങോട്ട് മാത്രമേ മോശം. റോഡ് അടിച്ചു വരുന്ന ചപ്പുണ്ടോ? അതെന്തിനാ റോഡ് പണി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുന്നത്? ഇപ്പൊ മനസ്സിലായിട്ടോ. അതെ, ബിആറുടെ വണ്ടി വരുന്നു. നമുക്ക് ഒതുക്കി തരും. ഇല്ല, അവർ ഒതുക്കി തരും. നമുക്ക് ഇതിലെ പോകാം. കാരണം അത് വലിയ വണ്ടിയല്ലേ, നമ്മുടെ ചെറിയ വണ്ടിയല്ലേ. അപ്പോൾ ഒരു ഇതവരെന്തായാലും കീപ്പ് ചെയ്യും. ഇങ്ങോട്ടൊക്കെ റോഡ് നല്ല സൂപ്പർ റോഡായിട്ടോ. നീ പറഞ്ഞതേ ഉള്ളല്ലോ, റോഡ് പൊളിഞ്ഞല്ലോ. എന്ത്? അയ്യോ, സോറി ഗൈസ്, ഐ ആം ട്രാപ്ഡ് ഇൻ നാച്ചുറൽ റിസോഴ്സ് ഗൈസ്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. തുമ്പിക്ക് 4 വരിയാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റോഡാണ് ഇഷ്ടം? അതിനാ ഇല്ല, എനിക്ക് 4 വരി അങ്ങനത്തെ സ്ഥലങ്ങളോട് താല്പര്യമില്ല. നീ അങ്ങോട്ട് നോക്കിയല്ലേ ഇവനെ, ആ വന്ന വശം തിരിച്ചു നോക്കിയേ, എന്തോ ഫീലിംഗ്. ആ വന്ന റോഡുകൾ നോക്കിയേ, എൻ്റെ പൊന്നെ എന്ത് രസമാണെന്നറിയോ ഇതിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടി. ഒരു പ്രത്യേക ഫീലിംഗാണ്. പക്ഷെ എന്തും പ്രതീക്ഷയും കേട്ടോ ഏത് നിമിഷവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത്. എൻ്റെ ഒരു വിശ്വാസം ശരിയാണ്. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ മേളിൽ നിന്ന് കല്ല് വീഴും. അതെ, അതാണ് ഏറ്റവും കൂടുതൽ പേടി. 4 മണിക്ക് നമുക്ക് കില്ലറിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കില്ലറിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകും കേട്ടോ. കില്ലറിലാണോ നമ്മൾ നിൽക്കുന്നത്? ഇന്ന് കില്ലറിൽ നിൽക്കാം. അല്ലേ, നിന്റെ അഭിപ്രായം എന്നാ? എൻ്റെ അഭിപ്രായം തന്നെ. രാത്രി കിടന്ന് ഓടണ്ട ഈ റോഡിൻ്റെ അകത്ത് അല്ലേ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതുകൂടാതെ അവിടെ ബിആറോടെ പണി നടക്കുന്നുണ്ടോ നോക്കിയേ. അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ പുരോഗമിക്കുക കേട്ടോ. പാവം തുമ്പി ഉമ്പിപ്പോയി കേട്ടോ. തുമ്പിയുടെ ഫോണിന്റെ സ്റ്റോറേജ് തീർന്നു പോയി. ഇനി ഫോട്ടോയും എടുക്കത്തില്ല. ഇവിടെ എല്ലാവർക്കും വെള്ളം, ഇനി ഫോട്ടോക്കാരൻ നിശ്ചലാകണ്ടത് ഇങ്ങനെ അല്ലേ ഇവനെ. ഇവിടെ എല്ലാവർക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയേ കുറെ പദ്ധതികൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ പദ്ധതിക്കകത്തുനിന്ന് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതെന്താ? നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, വെള്ളം കിട്ടിയ ഇതുവരെ വെള്ളം വന്നിട്ടില്ല കേട്ടോ. എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങോട്ടൊക്കെ ലെവലായി വന്നു കേട്ടോ. അവിടെ ഇതിലെ പോകുമായിരുന്നല്ലോ അന്ന് നമ്മുടെ വണ്ടി, അല്ലേടാ ലിബിനെ? പിന്നെ നമ്മൾ ആ വാക്കിന്റെ പ്രശ്നം കാരണം നമ്മൾ പെട്ടുപോയത് അവനെ. അതെ, ബിആറോടെ പണി നടക്കുന്ന പാവം. വെള്ളം കൊണ്ട് ഒരു വിധത്തിലും വെള്ളം കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയാക്കാം. ആ വണ്ടി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം കേട്ടോ. ലെഫ്റ്റ് പിടി, എൻ്റെ സൈഡ് പിടി, എൻ്റെ സൈഡ്. പോട്ടെ പോട്ടെ. ഈ സൈഡ് നോക്കണ്ടേ? ഇല്ല, അവിടെ ഗ്യാപ്പുണ്ട്. എന്താ സെറ്റപ്പ്! പാവങ്ങളെ സമ്മതിക്കണം. ഈ കടുത്ത മഞ്ഞിൽ ഇവിടെ പണിയെടുക്കുന്നില്ല കേട്ടോ. ഒരു ഗതിയും പരഗതിയിൽ സൂര്യൻ തലക്ക് മേലെ ഉദിച്ച് നിൽക്കാം. എന്നിട്ടും തണുപ്പല്ലേ? സൂര്യൻ തൊട്ട് മേലുണ്ട്, എന്നിട്ടും തണുപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ. 600 രൂപ 500 രൂപ വലിയ ശമ്പളം ഇല്ല. ശമ്പളം ഒന്നുമില്ല, വലിയ ശമ്പളം ഒന്നും പറ്റില്ല. നമ്മുടെ മനുഷ്യന്മാരെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. സത്യം, ഈ പാവങ്ങളൊക്കെ ഇവിടെ കഷ്ടപ്പെടുന്നല്ലേ. സത്യം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലാട്ടോ. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളവര് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലുമായിട്ട് ഈ തണുപ്പിനെ ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും? ആകെ ഈ സാക്രിഫൈസിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ നമുക്ക് പല രീതിയിലും അല്ലേ തുമ്പി? എന്നാ ഓരോ കല്ലിൽ കൊത്തി വെച്ചേക്കുന്നത് എന്നാ മരിച്ചുപോയ രൂപങ്ങളല്ല, പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഒരാളുടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരാള് കല്ലുമണി മരിച്ചായിരിക്കും ചേട്ടാ. അങ്ങനെ സഞ്ചരിച്ച്
നമുക്കൊരു ഗ്രാമം കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് കില്ലറിലേക്ക് വെറും 33 കിലോമീറ്റർ ഉള്ളു കേട്ടോ. 1 മണിക്കൂറോ? പക്കാ മോശം, പക്കാ മോശം ആയിരിക്കാം, അല്ലാതെ അങ്ങനെ വരാൻ വകുപ്പില്ലല്ലോ. നമുക്കൊരു ഗ്രാമം കിട്ടി കേട്ടോ, ചെറിയ ഗ്രാമം അല്ലേടാ ലിബി? അത്യാവശ്യം ഡെവലപ്മെന്റ് ഗ്രാമം അല്ലേ? അടുത്ത ഗ്രാമം എന്ന് വെച്ചാൽ ഈ ഒരു ഇത്, അത് റോക്സ് കിടക്കുന്നു. ആഹാ, നല്ല രസമായിട്ട്. ഇവരുടെ വീടുകളെ പ്രത്യേകിച്ച് പല കളറാ വീടുകൾക്ക് അല്ലേ തുമ്പിച്ച? നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിൽ മൊത്തം പോയാലും അങ്ങനെയല്ലേ അല്ലേ? പല കളറും, ഒരു പ്രത്യേക ബ്യൂട്ടിയും ഒരു പ്രത്യേക ലെവലുള്ള സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. ഗൈസ്, ആ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തു. സംഭവം കയ്യിൽ നിന്ന് പോയി മൊത്തം വീണ്ടും कचरा रास्ता आएगा भैया, क्या करेगा, कुछ नहीं करेगा ये रास्ता, ये दूसरा कुछ नहीं, ये रास्ता में क्या करेगा, कुछ नहीं करेगा। मेरा हिंदी सब्सक्राइब के लिए मैं बोलेगा अभी, बोलो। अभी मेरा हिंदी वाला ये ज्यादा आदमी देखेगा मेरा वीडियो, और तेलुगु वाला देखेगा, तमिल वाला देखेगा, ओ बट उधर ये लैंग्वेज में मेरे को बात करने के लिए पता नहीं है, क्या करेगा? हिंदी इंग्लिश में ट्रांसलेशन करो, वो वाच करो। ओके, दिस रोड इज वेरी डेंजर रोड, बट दिस रोड इज एवरीवेयर इन मड, नो टारिंग, this mountain landslide is very more. Rain in coming in landslide is very big problem. Yeah. Snowfall is coming. Some area. Savatika. Guys, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു വാക്ക്, നമുക്ക് മനസ്സിലാകുന്നതും ബൊമ്പും സത്യം കേട്ടോ. നമ്മൾ യാഥാർത്ഥ്യമായ കാര്യം പറഞ്ഞു, ആരും ചെവി പൊത്തൊന്നും വേണ്ട. ഇല്ല, തുമ്പോട് ചോദിച്ചു സർട്ടിഫിക്കറ്റ് മാറി, അതുകൊണ്ടാട്ടോ ആ പൊത്തിനകത്തൂടെ പോണ്ടേ. വലിയ റോഡാട്ടോ, അമ്പടെ കല്ലാട്ടോ. ഇത് ഇങ്ങോട്ട് കേറി പോണം. ഓ, അങ്ങോട്ടൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോടാ. ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ 30 കിലോമീറ്റർ ഓടുന്ന റോഡ് പക്കാ മോശമായിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചില്ലേ? ഫൈനലി ഐ ആം ട്രാപ്ഡ്. No road, but I am waiting. BRO इस रोड बनाएगा, ये रास्ता में मेरा गाड़ी जाएगा भैया. അബി ക്യാ കരേഗാ? അബി അല്ല, 2 കേക്ക് എടുക്കണം. വിശക്കുന്നു, നേരം വെളുത്തൊരു സാധനം തന്നിട്ടില്ല. നമുക്ക് അതെങ്കിലും കേക്ക് അങ്ങോട്ട് തന്നായിരുന്നല്ലോ. ഇതല്ലേ ഗൈസ്, മേളിലും എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടോ കേട്ടോ. ഇവിടെ എന്താ മണ്ണിടിഞ്ഞു വീണു, അത് മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലായിരുന്നേ നമ്മളെ വിട്ടാനെ. നമുക്ക് അങ്ങനെയല്ല തുമ്പി പോണ്ടേ, നമുക്ക് സീതയാ പോണ്ടേ. ഗ്രാമത്തിലോട്ട് കൊണ്ടുപോയി അത് വേറെ അങ്ങോട്ട് കയറി പോകുന്ന വഴിയാ. ഇവിടെ റേഞ്ച് ഉണ്ടോ? ഗൈസ്, ഈ വഴിയെ വേണം നമുക്ക് പോകാൻ വേണ്ടി. നമുക്ക് ഉണ്ടാക്കി തന്നാക്കുന്ന ഒരു വഴിയാണ്, ചെറുവഴി. അയ്യാ, ഫ്രണ്ടിലത്തെ സാധനം കൂടെ ഒന്ന് മാറ്റി തന്ന ഉപകാരമില്ല. ഞാൻ പണി തന്ന കേട്ടോ, മാറ്റി തന്നല്ല. എങ്ങനെ പോവും? ആ പണി തന്നാ പോവില്ല. പോകും, പക്ഷെ ഫ്രണ്ട് തട്ടു പോകും. ബാബാ ഗൈസ്, ഇവരെ ജെസിബിക്കാരൻ ഒരു മര്യാദ ഇല്ലാതെ ആളായത് കേട്ടോ. ക്ലിയർ ആക്കി തന്നില്ല, റോഡിൻ്റെ അകത്ത് തന്നെ കൊണ്ട് മണ്ണിട്ട് തന്നു. സാധാരണ ആൾക്കാർ എത്ര യാത്ര ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഇതെന്നൊക്കെ പറഞ്ഞാലേ അത്യാവശ്യം നന്നായിട്ട് സാധനം ക്ലിയർ ആക്കി തരും. ഇത് ക്ലിയർ ആക്കി തരാതെ അടുത്ത വണ്ടിക്ക് ഇതടിക്കാൻ അവരുടെ സുഖത്തിന് വേണ്ടി അവിടെ വെച്ച് തന്നു. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര കൊക്കയാണ്, അതാണ് വിഷയം. വണ്ടി താന്നു പോകും. വണ്ടി താന്നു പോയി കഴിഞ്ഞാൽ കയറി വരാൻ പോയോ വളരെ ചാൻസ് കുറവാണ്. റോഡ് ഭയങ്കര മോശം കേട്ടോ, ഫുള്ള് കച്ചറ രാസ്ത. ഈ 31 കിലോമീറ്റർ ഇത് നേരെയാണല്ലോ നമുക്ക് കാണിക്കുന്നത്. റോഡ് പോയി, വളഞ്ഞു കയറണം. റോഡ് പോയി, ആ റോഡ് പോയി, പുതിയ രാസ്ത വെട്ടിയാക്കുന്ന. അതെ തുമ്പി, ആ റോഡ് കഥാകുത. അപ്പൊ നമ്മൾ തിരിഞ്ഞു കയറണം. ഇത് കൊള്ളാം കേട്ടോ. ഓരോ മഴക്കാലത്ത് ഓരോ റോഡ് വന്നോണ്ടിരിക്കും, ഇതും പഴയതുമായിട്ട്. ഗൈസ്, അത് യാഥാർത്ഥ്യം. അപ്പൊ നമ്മളിനി കയറി ഇറങ്ങണം. ഇത് തന്നെയാണോ? അപ്പൊ മേളിൽ നിന്ന് വേറെ റോഡ് വെട്ടി കേട്ടോ, വെട്ടി. പക്ഷെ ഇത് നമ്മുടെ ഇതിൽ കാണിക്കുന്നില്ല, മാപ്പിൽ ഇതല്ല കാണിക്കുന്നത്. മാപ്പിൽ ഈ റോഡ് മാപ്പ് പറഞ്ഞു. മാപ്പ് ഇപ്പം വേറെ വഴിക്ക്, അവന് ഇഷ്ടപ്പെടുന്ന വഴിയിലൊക്കെയാ പോകുന്നത്. അടുത്ത സ്ഥലത്ത് ടാറ്റയുടെ ഹിറ്റാച്ചി പാറയല്ലടാ, അവര് മറ്റേ ഇത് ചെയ്യുക, മറ്റേ എന്നാ പറയുന്നത്, അത് തന്നെ ബ്രേക്കർ. ഗൈസ്, പൊട്ടിക്കലടാ പൊന്നു മോനെ, പൊട്ടിക്കല്ലേടാ. കാശ് വേണേ തരാം. ഒരു ചെറിയ ചീളടിച്ചു കഴിഞ്ഞാൽ കുനിഞ്ഞിരിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഏടാ സാധനം കിട്ടാറില്ല കേട്ടോ. അതാണ് വേറെ സംഭവം. ഇത് നമ്മുടെ വണ്ടി ഇവിടെ താന്ന അപ്പം ഞാൻ 4x4 ഇടും. താന്ന് കഴിഞ്ഞാൽ 4x4 ഇട്ടിട്ട് കാര്യമില്ല, അതിന് മുന്നേ ഇടണം. അങ്ങനെയൊന്നുമില്ല, കയറി വരും. ഇല്ല തുമ്പേ, അതിനെപ്പറ്റി ധാരണയില്ല. ഇപ്പം ധാരണ ഇപ്പം വരും കേട്ടോ. അടിപൊളി. ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്തത്. ഈ റോഡേ കഴിഞ്ഞ വീക്കിലും കണ്ട് എന്താ പറ്റി കിടന്നു, മൊത്തം പണി നടക്കും കേട്ടോ.
ദൈവമേ ഒരു 5-6 മണിക്ക് മുമ്പേലും എത്തണം. അതിനാ വീഡിയോ കയറ്റി വിട്ടിട്ടില്ല. നമ്മളെ ഇനി ഏകദേശം 1 മണിക്കൂർ ഇവിടെ കളയണം കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇടാം, അല്ല വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇനി മേളിൽ ഇതേപോലത്തെ 4-5 സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്. എന്നാലേ ഇനി പോകാൻ പറ്റുള്ളൂ കേട്ടോ. റോഡ് ക്ലിയർ ആക്കണ്ടേ? എനിക്ക് വന്ന് താഴെ കണ്ട മണ്ണ് ആവശ്യമുണ്ട്. അല്ല ഇവിടുന്ന് എടുത്തിട്ട് പോകില്ല, അല്ല താഴോട്ട് തള്ളി കിടേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. റോഡില്ല. ഇനി റോഡ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്ത് പോകാൻ. ഇത് പാടുവിടും കേട്ടോ. സമയം എടുക്കും. അതുകൊണ്ട് കഴിഞ്ഞ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല, കാറായതുകൊണ്ട്. അതെ. നമുക്ക് ഉണ്ടാക്കി തന്നാക്കുന്ന വഴി ഇതാ കേട്ടോ. ഈ വഴി കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടി. 4x4 ഇടണം കേട്ടോ. അങ്ങ് പോവല്ലേ? അടി തട്ടായിരുന്നാ മതി. അടി തട്ടിക്കഴിഞ്ഞാൽ പരിപാടി പോലും കേട്ടോ. അടി തട്ടിയാൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഇതിന് പവറുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സിൽ കൂടുതലുണ്ട്. ബസ് 3000 ഉള്ളൂ, ഇത് 3200 പവർ. ഒന്നും കാണാൻ പറ്റില്ലല്ലോ. എൻ്റെ ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. പരിപാടി കഴിഞ്ഞു. മലഞ്ചെരുവിൽ വീട്. അതൊക്കെ കിസ്ത്വാറിന്ന് വരുന്ന, അല്ലല്ല കില്ലറിന്ന് കിസ്ത്വാറിന് പോകുന്ന വണ്ടികളാട്ടോ, ടാക്സി വണ്ടികളാണ്. സ്കോർപ്പിയോ ആണല്ലോ കൂടുതൽ, മഹീന്ദ്രയാ കൂടുതൽ കേട്ടോ അല്ലേ? കുറവാണ് ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടി. നമുക്ക് പോകേണ്ട വഴി കണ്ടോ നിങ്ങൾ? മേളിലേക്ക് നോക്കിയേ. എൻ്റെ പൊന്നെ കൈസ്, കണ്ടിട്ട് തന്നെ സന്തോഷമാണ്. എന്താ വഴി പക്ഷെ ഇത് ഭയങ്കര റിസ്ക്കാ. ഈ നമ്മൾ മറ്റേ ചീട്ട് കൊട്ടാരം ഉണ്ടാക്കിയ പോലെയാ. ഒരു ചീട്ടുകാനും പാളിയുണ്ടല്ലോ, മൊത്തം പോകും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചേട്ടാ. നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഇതെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ മാത്രമേ ഇവിടെ റോഡ് പണിയുള്ളൂ. അല്ലാത്തവരുടെ പണിയാൻ നിന്ന് കഴിഞ്ഞാൽ പരിപാടി വാളും. ഇല്ലടാ ലിവിനെ? അതെ, ഇത് ഭയങ്കര ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള റോഡായിരിക്കും അവനെ. ഇതുകൊണ്ടോ കർവ് നോക്കിയേ. ഇതിപ്പം നമ്മൾ വെച്ചടിച്ച് അറിയില്ലാത്ത ആൾക്കാരാണ് പോയി ഔട്ട്, ഗെയിമിൽ നിന്ന് ഔട്ടായി അല്ലേടാ? കംപ്ലീറ്റ് ഔട്ട്. യെസ്. ഇവിടെ ഒരു നല്ല വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ ഇട്ടങ്ങ് വണ്ടി കഴുകിയാലോ ലിബിയെ? നിന്റെ അഭിപ്രായം എന്നാ? എൻ്റെ അഭിപ്രായം താഴത്ത് കഴിയാൽ മതി. അതിനാടാ വീണ്ടും അവിടെ എത്തുമ്പോഴത്തേനും വണ്ടി ഇതാവൂലേ? ഗ്ലാസ് ഒന്ന് കഴുകി വൈപ്പ് അടിക്കാടാ ലിബിനെ. ഗ്ലാസ് ഒന്ന് കഴുകിയ കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലം. എത്ര അരുവിയാടോ? 1-2 അരുവിയൊന്നും അല്ല. ഇവിടെ വണ്ടിയെ കഴുകുന്ന സ്ഥലമാണ്. ഇത് നോക്കിയാൽ മേലോട്ട് നോക്കിയോട്ടോ. താത്തിക്കോ, എല്ലാം താത്തല്ലേ? എല്ലാം പൊക്കെ, എല്ലാം പൊക്കെ. ഇപ്പം മണി കിട്ടിയാണ്. എല്ലാം പൊക്കെ, എല്ലാം പൊക്കെ, എല്ലാരും പൊക്കെ. വണ്ടി കേട്ടെ. ഉറപ്പാ? നമ്മുടെ സൺറൂഫ് കംപ്ലൈന്റ് ആവും. എന്നാ എന്റെ ഗ്ലാസ് ഒന്ന് കഴുകട്ടെ. ഓക്കെ, സക്സസ്. സൈഡോ ഡിക്കിയോ? ഒന്നും വേണ്ട. പെയിന്റ് പോകും. എന്റെ അമ്മ, എന്റെ അമ്മ. ഈ ഒരു കല്ല് വന്നാൽ മതിയല്ലേ ഏട്ടാ? കല്ലല്ലോ, വെള്ളത്തിന്റെ പവർ നോക്കി. വാട്ടർ പവർ എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഭയങ്കര സംഭവം അത് ലോകത്തിലെ. വഴി പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ടാരിങ്. ഇതെന്ത് ടാരിങ്ങാ? രീതിയിലുള്ള പൈൻ ഫോറസ്റ്റിന്റെ ഇടയിലൂടെയുള്ള യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉറപ്പിക്കുക, നമ്മൾ എവിടെ എത്തി ലിബി? മണാലി അല്ല ലിബിനെ, കില്ലർ ഹിമാചൽ പ്രദേശിലെത്തി. ഏകദേശം ഹിമാചൽ പ്രദേശ് ശരിക്കും നമ്മുടെ സിം വർക്ക് ചെയ്യണ്ടാണല്ലോ. നമ്മുടെ സാധാ സിം വർക്ക് ചെയ്യും. പവർ വന്നോ? തുമ്പിക്കൊക്കെ സിഗ്നൽ വന്നോ നോക്കണേ. വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 150 ഫോൺ വരേണ്ട സമയം അല്ലേ? ഗായ്സ്, മഞ്ഞ് നോക്കിയാ ലിബി. എടാ അങ്ങോട്ട് മഞ്ഞ് നോക്കിയാ നീ കിടക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഫ്രഷ് മഞ്ഞാട്ടോ. അത് ഒന്ന് വീട് കിട്ടുമായിരുന്നല്ലേ നമ്മൾ പോകുന്ന വഴിക്ക്? ഒരു സ്നോഫോൾ കിട്ടുമായിരുന്നു നാളെ പൊളിച്ചാന്. അതും കൂടെ കിട്ടി തിമിർത്താന്. അത് വണ്ടി സ്നോഫോൾ ഇട്ട് കുളിപ്പിച്ചിട്ടൊന്ന് പോവായിരുന്നു. നാളെ ഒരു മഞ്ഞും കൂടെ കിട്ടിയ വളരെ സന്തോഷവാനാട്ടോ ഞാൻ. വന്ന് എല്ലാം കിട്ടി തിരിച്ചു പോവാ സന്തോഷപൂർണ്ണമായിട്ട്. അതെ അല്ലേ ലിവിനെ? ഫുൾ ചീട്ടുകളി കൊതിയാവുന്നു കണ്ടിട്ട്. കരുതയാണോ രമ്യയാണോ എന്താണെന്നറിയാം, ചീട്ടുകളിയാട്ടോ. നമുക്കും ചോദിച്ചാലോ? ആനന്ദകരമാക്കുന്ന റമ്മി ചീട്ടുകളിയാ. ചീട്ട് കളിക്കാട്ടോ. വീഡിയോക്ക് വരിക കള്ളൻ. എന്നാൽ അതിനകത്ത് എന്തെങ്കിലും ചുരുട്ടി അതിന് വേറെ എന്തെങ്കിലും വലിച്ചൂടെ അല്ലേ? കിളി മാറിയിരിക്കാമല്ലോ. ഗൈസ്, അവിടെ ഒരു പുള്ളി തീയൊക്കെ ഇട്ട് നിൽക്കുക കേട്ടോ. ഞാൻ ഹിൽ ഹോൾഡ് നിർത്തട്ടെ. ഹിൽ ഹോൾഡ് നിർത്തി, പ്രോസസ്സിങ് ഓഫ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകട്ടെ. പാവം അവിടെ എടുത്ത് നോക്കിയേ, നല്ല തണുപ്പാട്ടോ തുമ്പി. നമ്മൾ ചൂടിട്ട് ചൂടിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ടാട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവൻ്റെ കിളിയും അവൻ്റെ കിളിക്കൂടൊക്കെ തണുത്തു പോയെന്ന് തോന്നുന്നു. അതെല്ലാം അവൻ ചൂടാക്കുക. പാവുണ്ട് കേട്ടോ. ഭയ്യ ഹിമാചൽ ജമ്മു കാശ്മീർ
ये जम्मू कश्मीर है, हिमाचल है? अच्छा, हिमाचल का कितना दूर है किलर? अभी तो पता नहीं मुझे भी इतना। अच्छा, ठीक है यही रोड जाता है अभी, यही इसी रोड का काम चल रहा है। ठीक है ठीक है. എൻ്റെ പോലെ അടിച്ച് വീല പൊളി, സന്തോഷമായി, നല്ല ചൂടുള്ള സംതൃപ്തി. ആ ഒരു സ്പിരിറ്റിന്റെ മണം ഇവിടെ വന്നില്ലേ? ആ അപ്പോൾ അവൻ എന്തായിരിക്കും അടിച്ചാക്കുന്നത്? ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ചില സ്ഥലത്ത് നല്ല റോഡാണെങ്കിൽ ചില സ്ഥലത്ത് തല്ലിപ്പുള്ളി റോഡ് അല്ലേ ലിബിനെ? അതെ. ലിബിന്റെ ആപ്പീസ് കൂട്ടി കേട്ടോ, മെയിൻ ഫ്യൂസും. ഇല്ല, ഇന്ന് ഓടി ഓടി ലിബിന്റെ കിണ്ടാൻ വേണ്ടി ആടി ആടി തീർന്നെന്ന് എനിക്ക് തോന്നുന്നത്. മടുത്തില്ല ഈ റോഡേ. ആ ശബ്ദത്തിനൊക്കെ ഇച്ചിരി പവർ കുറവുണ്ട്. അതെ, മൈക്കൊക്കെ എങ്ങോട്ട് മൂക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ വായിക്കാത്ത കുത്തി കയറ്റരുത്, അന്നേരം പറയുന്നത് കേൾക്കുള്ളൂ. ഇവനെ നമ്മളെ രാത്രി ആവുന്ന നമുക്ക് എത്രയും പെട്ടെന്ന് താഴോട്ട് ഇറങ്ങാം. രാത്രിയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ലിവിനെ, പക്ഷെ ഇതന്നെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ലടാ. ഇതാ പാറ അടിച്ചു പൊട്ടിക്കുന്നു. ഇവിടെ JCB കേട്ടോ. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല. രാത്രി കഴിഞ്ഞാൽ തണുപ്പാവും. തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിന് കത്തൂല, എണ്ണ ഫയർ ചെയ്യും, മിസ്ഫയർ ചെയ്യും. പിന്നെ ഇത് പുഷ്ചാട്ടൻ വണ്ടിയാ, വല്ല ഇതെങ്ങാനും ട്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. മോനെ ഭയ്യാ നെയ് കരേഗാ, നെയ് കരേഗാ. പൊട്ടിക്കല്ലേ, പൊട്ടിക്കും. പൊട്ടിക്കാനും തെറിച്ചാണ്ടല്ലോ. ഇതന്നെ തൂങ്ങി നിൽക്കുന്നേ, അത് വെച്ചാ ടച്ച് ചെയ്യുന്നേ. ഇവരെ നല്ല ശമ്പളമായിരിക്കും കേട്ടോ. ആൾക്കാരെ മോശം കേട്ടാ. അയ്യോ എന്തൊരു മോശം, എന്തൊരു മോശം. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കളർ തിരിച്ചു വരാം. അങ്ങോട്ട് നോക്കിയേ, വളവ് നോക്കിയേ, പൊടിയെന്ന് നോക്കിയേ. ഇത് മൊത്തം പൊടിയാ കേട്ടോടാ ലിബിനെ. പൊടിയാന്നേ. ഇത് പുതുസാന റോഡ് ഉണ്ടാക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. പർസാന റോഡ് എന്ത് ലിബിക്ക് വിശന്നിട്ട് ലിബി പഴമൊക്കെ എടുത്താട്ടോ തിന്നുന്നേ. നേരം വളരെ മോശം റോഡ് എന്ന് വെച്ചാൽ അപ്പം എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നോക്കി, ഇങ്ങ് നോക്കി. നമ്മൾ ഓവർ മോശം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സ്വിച്ച് പിടിച്ചാൽ നിൽക്കുക, ഹിൽ ഹോൾഡ്, ആ അങ്ങനെ ഞാൻ പറയാം. ഇനി ഇതിങ്ങനെ പെരി അങ്ങ് പൊക്കോളും, നമ്മളൊന്നും പണിയെടുക്കണ്ട. അല്ലെ നമ്മളിത് കുത്തി ഇറക്കി അതും ഇതൊക്കെ ചെയ്യണം. ശബ്ദം അത് ABS അല്ലേ? ആ ഗൈസ്, ആ മ്യൂണിലേക്ക് എനിക്ക് ഗോൾഡൻ കളർ വന്നാക്കുന്ന നോക്കിയേ. ഈ സമയത്ത് മണാലിയിൽ ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ നല്ല കേട്ടോ. നാളെ മണാലിയിൽ ഇതുണ്ടോന്ന് നോക്കായിരുന്നു. ഏതാ മഞ്ഞ് വീഴ്ച? സ്നോഫോള്. വെദർ നോക്കിയാൽ കാണാം. വെദർ നോക്കിയാൽ മദറിനോട് പറയായിരുന്നു എന്നാ ചെല്ലുന്നതെന്ന് അല്ലേ? ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരുന്ന റോഡ് നാളെ ഉണ്ടാവണമെന്നില്ല, എന്ത് സംഭവിക്കാം. അതായത് ഈ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ബിസ്ക്കറ്റ് പൊടി, അതേപോലത്തെ മണ്ണ. സത്യമായി ഞാൻ നിങ്ങളോട് ഇപ്പം 23 കിലോമീറ്റർ ആയില്ലേ തുമ്പി? ആഹാ നോക്കിയേ, എന്താ അതിൻ്റെ ഒരു ഫീല്, എന്താ അതിൻ്റെ ഒരു സുഖം. എന്നാലും എന്തേ അതുണ്ടാവും. किलर जाने के लिए रास्ता कौन सा है? सीधा है उल्टा है? पीछे इधर ही है ना? सीधा नहीं है ना? नहीं ये नया रोड निकल रहा है. अच्छा, अभी हिमाचल है, अभी कश्मीर है इधर? ये कश्मीरी है ना. अच्छा, हिमाचल पुल क्रॉस करके फिर हिमाचल. अभी रास्ता अच्छा है? हम तो थोड़ा बिखरा ही है. हाँ, नीचे तक. अच्छा. हाँ, जहाँ पुल है, मैं किलर जाएगा. जहाँ पुल से आगे फिर पक्का रोड है. अच्छा, हाँ हाँ, ये इतना 4-5 मोड़ है, ये थोड़े थोड़े छोटे छोटे. हाँ, ये थोड़ा ऐसी ही है. अच्छा. हाँ, पहले अच्छा है. फिर अच्छा है. താങ്ക് യു. എങ്ങോട്ടാ പോണ്ടേ? താഴോട്ട്. ഞാൻ അപ്പളാ പറഞ്ഞ താഴെ കൂടെയാണ്. അല്ലെ പിള്ളേച്ചൻ കള്ളം പറയുന്നത് വിചാരിക്കും കേട്ടോ. ഇതെന്താ സംഭവം? അടുത്ത മല നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയും കൊണ്ട് വരാൻ നമ്മൾ തണുത്ത് വിറയ്ക്കൂലേ, കോട്ടും 2 ജഡ്ഡിയൊക്കെ ഇട്ടാലേ തണുപ്പ് മാറുള്ളൂ. ആ ഇത് രണ്ടൊടി അടിക്കേണ്ടി വരും. ഇതെന്നല്ലേ പുള്ളി പറഞ്ഞേ? പുള്ളിക്കാരൻ പറ്റിച്ചൊന്നുമല്ലോ. അടിപൊളി. അങ്ങോട്ട് നോക്കിയേ തുമ്പി, ആ കുഴി നോക്കിയേ, ആ ടയറിന് അങ്ങോട്ട് നോക്കിയേ, ടയർ എങ്ങനെയുള്ളത് നോക്കിയേ. എങ്ങനെയാ? പോട്ടെ 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 റൈറ്റ് റൈറ്റ് റൈറ്റ്. ബസ് കൊണ്ടൊക്കെ വന്നാലും ഗൈസ് ഫ്രണ്ട് നോക്കിയേ, അങ്ങോട്ട് ഇറങ്ങുന്ന കുഴി കാണിച്ചു കൊടുത്തേ. നമ്മൾ ഇറങ്ങി ചെല്ലണ്ട അങ്ങോട്ടാന്ന് നോക്കിയേ. കിളിയും കിളിക്കൂടും കുടുക്കാൻ കൂടെ. അതിന്റെ തുമ്പി പേടിയുണ്ടോ? ചെറിയ ഭയം. ഗൈസ് ഇതുണ്ടോ നോക്കിയേ, റോഡ് നോക്കിയേ, വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തു കേട്ടോ. ഇവിടെ ഹിൽ ഹോൾഡ് ഉപയോഗിക്കാം അല്ലേ തുമ്പി? ആ ഹിൽ ഡിസെന്റ്, സോറി. ഇത് നോക്കിയേ, ആട് നോക്കി, ആട് നോക്കിയേ, പ്രത്യേകതരം ആട്. അങ്ങോട്ട് നോക്കിയോ എല്ലാരും നോക്കിയേ, പ്രത്യേകതരം ആട്. ചെമ്മരിയാടും ഉണ്ട്, മറ്റേ സൈസ് ആട്. ആ ഇത് ഇച്ചിരി എൻ്റർലി ടെറർ
സ്ഥലം കേട്ടോ ലിബിനെ. ഇത് ടാസ്ക് അല്ലേ? ഇത് ഇച്ചിരി ടാസ്ക് സ്ഥലമാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇതേ, നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. പാടുപെടും. ഇതിപ്പം നമ്മൾ ഈ സാധനം ഇട്ടാക്കുന്നുണ്ട്, ബ്രേക്ക് നമ്മൾ വെറുതെ സ്റ്റിയറിംഗ് തിരിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ബാക്കിയെല്ലാം വണ്ടി നിശ്ചയിച്ചോളും. എന്തൊക്കെ ഫെസിലിറ്റി അല്ലേ തുമ്പി. ബ്രേക്ക് നമ്മൾ പിടിക്കണ്ട, ബ്രേക്കൊന്നും പിടിക്കണ്ട. അപ്പം നമുക്ക് വളച്ചു കൊടുക്കണ്ട, മാത്രം നമ്മൾ വളച്ചാൽ മതിയോ? ഇത്ര പ്രത്യേകത ഉണ്ടല്ലേ. കണ്ട മോനെ കണ്ട. ഈ സൈഡത്തെ കല്ല് നോക്കണേ. ഉണ്ടോ ഉണ്ടോ സ്ഥലം ഉണ്ടല്ലോ. എന്താടാ അതിന്റെ ഒരു, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വണ്ടി കറക്റ്റ് പോകാൻ ഇല്ല, ബസ്സൊന്നും പോകില്ല കേട്ടോ. ഇല്ല, നമ്മുടെ ബസ്സൊന്നും ഇല്ല, പോകില്ല. വേറെ വഴി ഉണ്ടാവും. അങ്ങനെയാണ്, വേറെ വഴിയില്ലെന്ന്, പുതിയ വഴി വെട്ടിക്കൊണ്ടിരിക്കുക, അതാ ഈ വഴി. പറയുന്നേ ആ വഴി പുതിയ വെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. താമസിക്കുന്ന നാട്ടുകാരൻ പറയുന്നതാണോ അതോ നിങ്ങൾ പറയുന്നതാണോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നടക്കത്തില്ല. നടക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. സമ്മതിക്കില്ല അല്ലേ? പോകുന്ന വഴി നോക്കിയാൽ നിങ്ങള്. ഇതിന് ഫ്രണ്ട് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല ഫ്രണ്ട്. അല്ല, ഇതിന് ഫ്രണ്ട് ക്യാമറ ഉണ്ടായിരുന്നു, പൊളിയായിരുന്നു. പക്ഷെ ഇതിന് വേറെ സെറ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് എത്ര തിരിഞ്ഞു, എത്ര ഡിഗ്രി വണ്ടി, അതൊക്കെ കാണാൻ പറ്റും. ഇതിന് മൊത്തം 3 ഡിസ്പ്ലേ ആടാ. നീ റോഡിലോട്ട് നോക്കിയാൽ മതി. ഞാൻ റോട്ടിൽ നോക്കിയാൽ ഇവനെ ഓടിക്കുന്നേ. ഇത് നല്ല എൻറ്റയർലി ഇതായതുകൊണ്ട് ഞാൻ ഈ ഹിൽ ഹോളിൽ ഇട്ടാക്കുന്ന ഉത്തരവാദി ഇറക്കമല്ലേ. മിക്കവാറും വഴിയാണോ ഇത്? സാധ്യത ഉണ്ട് കേട്ടോ, നീ പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞല്ലോ, താഴെ പൂളുണ്ട്. പൂൾ മീൻസ് റിവർ ഉണ്ട്. അത് ക്രോസ് ചെയ്തതിന് അപ്പുറത്താണ് ഹിമാചൽ പ്രദേശ്, അത് വരെ ജമ്മു കാശ്മീർ ആണ്. അതാണ് സംഭവം. അതാ പറഞ്ഞേ. ഇതേ പഴയ റോഡാട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു റിവർ ക്രോസിംഗ് ഉണ്ട് നമുക്ക്. ആ റിവർ ക്രോസിംഗ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഹിമാചലിലെത്തി. എനിക്ക് തോന്നുന്നു അപ്പാപ്പന് നമ്മളോട് വൈരാഗ്യം ഉണ്ടോ? അതിനാ അങ്ങോട്ട് കയറ്റി വിട്ടെ. പാവടാ, പുള്ളി പറഞ്ഞു തന്നത് സത്യസന്ധമായ വഴി. ഞാൻ ഡൽഹിയിൽ നിന്ന് ഇതേപോലെ രണ്ടുപേരെ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞായിരുന്നു. കർമ്മയാ കർമ്മ തിരിച്ചടിച്ചോന്ന്. മേളിലും പണിയാ, നോക്ക്. അതെന്നെ സംഭവം അറിയോ? അങ്ങോട്ട് നോക്ക്, മേലേക്ക് നോക്ക്. അവിടുന്ന് പാറ വീഴുന്നുണ്ടോ? കാണാവോ? കാണാം. നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാം. പിന്നെ ഇറങ്ങുന്ന എല്ലാവരും അവിടുന്നേ പാറ വീഴുന്നതിനെ, പാറ വീഴാതെ പോവാൻ പറ്റൂല കേട്ടോ, ക്ലിയർ ചെയ്യാതെ. ഒതുക്കി വെക്കാൻ എന്താ സംഭവം? മാറ്റി തരുമായിരിക്കും എന്ന് വിശ്വസിക്കാം. നോക്കിക്കേ, ഈ കാണുന്ന വഴിയില്ലേ ഇങ്ങോട്ട് മൊത്തം റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂട്ട് വേറെ റോഡ് പണിതുകൊണ്ടിരിക്കണ്ട. അങ്ങോട്ട് പോകണ്ട തുമ്പി, അവിടെ കല്ല് വീഴുവാ. നിങ്ങൾ വാ, വേണ്ടെന്ന് ഇവിടെ പണിയെടുക്കും, ഇവിടുന്ന് കിട്ടും. വാ, അവിടെ കല്ല് വീഴൂടോ, വലിയ കല്ലാത്. നോക്കിയേ, ഇത് വേറെ റോഡ് പണിതുകൊണ്ടിരിക്കുക, വെട്ടിക്കൊണ്ടിരിക്കുക. അത് കല്ലടിക്കുന്ന നോക്കിയേ. അത് കാരണമാണ് ഇവിടെ JCB വെച്ചിട്ട് വേറെ വണ്ടി വിടാത്തത്. നോക്കി എൻ്റെ അടി നോക്കിയേ. റോഡില്ല, അടുത്ത 1 മണിക്കൂറത്തേക്ക് റോഡില്ല. റോഡ് മൊത്തം പോയി. ഇതെന്ന് ഇടിച്ചു പോയതാ? റെഡി ആക്കിക്കൊണ്ടിരിക്കുക, റോഡില്ല. റോഡില്ല. നമ്മളിവിടെ, നീ അവിടെ ഇരുന്നോ? റോഡില്ല. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു, വണ്ടി ലോക്ക് ചെയ്തു. നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡില്ല എന്നുള്ളതാണ് മിസ്റ്റർ ലിബിനും തുമ്പിയും പറയുന്നത്. അപ്പോൾ റോഡിന് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക്. റോഡ് ഉണ്ടാവണോ? റോഡില്ലേ? എങ്ങനെ പോവുക? ലിബിൻ എങ്ങനെ പോകും? എന്നാ ഉണ്ടാവുന്നുള്ളൂ. വെയിറ്റ് ചെയ്യാം. ഗൈസ്, അവിടെ പൊട്ടൽ നടക്കും കേട്ടോ. അവിടെ ഇപ്പം പൊട്ടിക്കും. അവിടെ പൊട്ടിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം വണ്ടി മാറ്റണം. ഇനി അതും പൊട്ടിച്ച് അതും മാറ്റിയിട്ട് വിടുകയുള്ളൂ. വേറെ ഒരു വണ്ടിയുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം കേട്ടോ, എന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റിത്തരാം. നമ്മുടെ സിവില് മതിയാ. JCB വരുന്നുണ്ട് കൂടുതൽ. അങ്ങനെ എടുത്ത് പൊട്ടി എൻ്റെ അമ്മ മലക്കം പറഞ്ഞു നോക്കിയേ. ഓ ബാബറേ ഗൈസ്, വമ്പം പൊട്ടിട്ടാ. खत्म। एक मिनट ए आदमी क्यों दिया? दे दो ഗൈസ്, ഞങ്ങളടുത്ത് 3 ഉണ്ടായിരുന്നേ. ഞങ്ങൾ കുറേ മേടിച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പാവങ്ങൾ. ഇനി അവിടെ നീക്കി കഴിഞ്ഞാൽ നമ്മൾ വിടൂട്ടാ, അല്ലേ? ഇല്ലേ നമ്മൾ വിടേണ്ടി വരും. ഈ കാണത്തെ ഇവിടുത്തെ ഇത് മൊത്തം മാറ്റിയാലേ ഇനി എനിക്കും ലിബിനും തുമ്പിക്കൊക്കെ താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. കില്ലറിൽ നിന്ന് മണാലിക്ക് എന്തൊരു ദൂരം ഉണ്ടാ?
കില്ലറിൽ നിന്ന് മണാലിലോട്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം വേണമെന്ന് എനിക്ക് തോന്നുന്നത്. പോടാ. ആ ओ किश्तवाड़ पीछे पीछे किश्तवाड़ इधर जाने के लिए मनाली ज़्यादा दूर है. 600 രൂപ ഒരു ദിവസം പണിയെടുക്കുന്നത്. किलर पे आपको ऐसा कुछ ये छोटा टाउन है. मिलेगा. छोटा गाँव है. नहीं गांव तो अच्छा है बट उधर का नहीं है, हमारा सिटी इधर है. ओ किश्तवाड़ है. ഇത്രയും ദൂരമല്ലേ ഉള്ളൂ. पाडर पार्डर हाँ. उधर ही जाता हूँ सब. अच्छा आपका खाना क्या है? चावल रोटी दाल आलू आलू राजमा दाल बनता है इधर कुछ? आलू बनता नहीं है नहीं नहीं वो नहीं है, खुद का आपका इधर. खेत में. हाँ നമ്മുടെ റോഡ് തുറന്നു. 4x4 ഓണാക്കിയേക്കാം. അത് ഓണാക്കി. മറ്റേത് വേണം കേട്ടോ, ഹിൽ ഹോൾഡ് വേണ്ടല്ലോ. 4x4 ഇട്ടു. ഇടുമ്പോൾ തന്നെ ഏകദേശം എല്ലാം സെറ്റ്. ആ വണ്ടി ഇനിയിപ്പോൾ ന്യൂട്രിയിൽ നിന്ന് ഡ്രൈവിലേക്ക് ഇടണം കേട്ടോ. താങ്ക് യു. അവൻ്റെ വിഷയങ്ങളും അവൻ്റെ വിഷമങ്ങളും ചോദിച്ചപ്പോൾ നമുക്ക് തന്നെ കരച്ചിലായി. പക്ഷേ നമ്മുടെ പോക്കറ്റിലുള്ള പൈസയൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 600 ഒരു ദിവസം ഈ കാണുന്ന മഞ്ഞത്ത് കിടന്ന് ഈ കഷ്ടപ്പെട്ട കിട്ടുക. രണ്ടാമത്തെ കേസ് ഞാൻ പറയട്ടെ, രണ്ടാമത്തെ ഒരു കേസും കൂടി ഞാൻ പറയാം. അതായത് ഇവർക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന 10 കിലോ റേഷൻ അല്ലേ. ഈ 600 വെച്ച് ഒരു മാസം എത്ര ഉണ്ട് തുമ്പി? 600 വെച്ച് 18,000 രൂപ കിട്ടുള്ളൂ കേട്ടോ. ബൈ ബൈ, സി യു. ആ റോഡ് നോക്കിയേ. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് റോഡ് റെഡിയാക്കി തന്നിരിക്കുകയാണ്. അതെ, ഞാൻ മറ്റേ സാധനം കൂടെ നെറ്റാക്കട്ടെ. ഹിൽ ഹോൾഡ്. ആ ഹിൽ ഹോൾഡും 4x4 എല്ലാം കൂടെ ആയപ്പം വണ്ടി അങ്ങോട്ട് മൂത്ത് കേട്ടോ. അവന്മാർ പോയതുകൊണ്ട് അവന്മാർക്ക് ആ പറയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. നിങ്ങൾക്ക് എന്നാ തോന്നുന്നേ? നമ്മളുള്ള പറയൊക്കെ ഇട്ട് പോവുക. നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഫ്രണ്ട് നോക്കിയേ ലിവി. വളരെ നേരിയ സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഇതുമില്ല. നിങ്ങളുടെ സൈഡിൽ ഒരു കുഴി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളോട് ഇച്ചിരി എൻ്റെ സൈഡിലോട്ട് എടുക്കാൻ പറഞ്ഞു. ഗൈസ് ഇതിപ്പോൾ ഉണ്ടാക്കിയ റോഡാട്ടോ. ഇവിടെ ഇപ്പം പരിപാടിയും പൊട്ടിക്കലും ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സെറ്റപ്പ് ആക്കിയതേ ഉള്ളൂ. നോക്കിയേ എന്ത് ചെറിയ റോഡാന്ന് നോക്കിയേ. അമ്പടാ, ഇനിയുണ്ട് പോലും. 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജമ്മു എത്തും. പക്ഷെ കില്ലറിൽ നിന്ന് കിടക്കാം കേട്ടോ. 4-5 മണിക്കൂർ വേണമെന്ന് മണാലി എത്തണേല്. അപ്പം അതിന് പോകാതിരിക്കുന്നു. പിന്നെ നാളെ പോയാൽ മതി. രാത്രി ഓടിക്കണ്ടല്ലേ? അതെ, നമുക്കതായിരിക്കും നമുക്ക് ബുദ്ധിപരമായ നീക്കം. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം കേട്ടോ. ഇനി അങ്ങനെ നമ്മുടെ വണ്ടി വരുന്ന വെരുപ്പ് നോക്കി. ഇതിൻ്റെ കുറച്ച് താഴെ കൂടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോഡ് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10-60 കിലോമീറ്ററായിട്ട് ഇങ്ങനത്തെ റോട്ടിൽ കൂടെ കേട്ടോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴത്തെ റോഡ് കാണണം. കറക്റ്റ് നമുക്ക് എന്നാ പറയുക, നമ്മളുടെ പുഴയും റോഡും അടുത്തടുത്ത് പോകുന്ന റോഡാണ് കേട്ടോ. ഇനി നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇത് നല്ല മട്ടി റോഡെന്ന് വെച്ചാൽ സൂപ്പർ മട്ടി റോഡ്. ഇനി എന്നാ സംഭവം എന്ന് വെച്ചാൽ ചരക്ക് ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടി ഇപ്പം വരുവേ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് താഴോട്ട് എത്രയും പെട്ടെന്ന് എത്തിത്തരാം. 10 ഹെയർ പിന്നുകൾ നമ്മൾ വളയാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയുണ്ട്. ഇത് നോക്ക്, അത് വിട്. ഇത് കണ്ടോ, അങ്ങോട്ട് കണ്ടോ, താഴോട്ട് കണ്ടോ, മേലോട്ട് കണ്ടോ. ഇവിടെ ഇപ്പം ജിയോയ്ക്ക് നെറ്റ് ഉള്ളതുകൊണ്ട് ഇത് കിട്ടിയതാണ്. അല്ലേ പരിപാടി പോലെ 19 കിലോമീറ്റർ ഉള്ളൂ കില്ലറിന്. പക്ഷേ 34 മിനിറ്റ് വേണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തിയത്. അവിടെ നമ്മൾ ഹോട്ടൽ എടുക്കുന്നത് അവിടെ എടുക്കാം. അവിടുന്ന് വല്ലതും നമുക്ക് മുണങ്ങണം, വിശക്കുന്നുണ്ട്. നമുക്ക് ഇത്ര നേരം കഷ്ടപ്പെടേണ്ട ഭാഗമായിട്ട് ഒരു ബേലിപ്പാലം കിട്ടി. അതിനുശേഷം റോഡ് കെട്ടി രക്ഷപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വണ്ടിയുടെ ബുഷുകളൊക്കെ പോകാൻ സാധ്യത ഉണ്ടായിരിക്കും അല്ലേ തുമ്പി? ബുഷുകൾ മാറ്റേണ്ടി വരും എന്തായാലും ഒന്ന് ബുഷുകളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. ഓ, ഇതിലെ ബസ്സൊക്കെ വന്ന ഒടിയിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. ഒടിഞ്ഞു കിട്ടൂല. ചെറിയ വണ്ടിയൊക്കെ ഓക്കെ, വലിയ വണ്ടി. പക്ഷെ ഇതിലെ ട്രക്ക് വരുന്നല്ലേടാ? വലിയ ട്രക്ക് വരുന്നില്ലല്ലോ. വരുന്നുണ്ട്, കൊച്ചുവണ്ടിയല്ലേ വരുന്നുള്ളൂ. ആ ഇവിടം വരെ 4 വരി കേട്ടോ. ഇത് ഓയിൽ കൺട്രോൾ ഓഫ് ആക്കട്ടെ കേട്ടോ. സോറി, 2 വരി. ഗൈസ് അത്യാവശ്യം വീതിയുള്ള പാലമാണ്, വലിയ കുഴപ്പമില്ല. ആ ചെക്ക് പോസ്റ്റ് ഇതാ. പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വണ്ടിക്ക് തന്നെ പ്രൈവറ്റ് അല്ലേ. ബാക്ക് അതിനാ ഗൈസ് നമ്മൾ പെട്ടുട്ടോ. രാത്രിയിലും ഇതേപോലത്തെ സ്ഥലത്ത് തന്നെ വന്ന് പെട്ടു. ഇതിന്റെ ഒരു 10 തെങ്ങിനേക്കാളും നല്ല പൊക്കത്തിൽ താഴോട്ട് നോക്കിയ തുമ്പി, നോക്കാൻ വയ്യ. കാല് വരച്ചില്ലേ? കിളിയും കിളിക്കൂടും കൂടെ ഒരുമിച്ചാ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ വണ്ടി 2 അതിഥികളുണ്ട് കേട്ടോ. അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം. അതായത് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു സ്ഥലത്തുനിന്ന് കിട്ടിയത് സമ്മാനം കിട്ടിയത്. അതെ, വാ തുറക്കാൻ പോലും പറ്റത്തില്ല. ഇത് നോക്കി, 20 വണ്ടിയെ പോകുന്നു ഒരു ദിവസം. മേളിലേക്കുള്ള ഇതിന്റെ ഹൈറ്റ് നോക്കിയേ. പിന്നെ നമ്മള് കണ്ട റോഡില്ലേ, അത് ഇവിടെയായിരുന്നു. ഇവിടെ നേരത്തെ പാസ്സായി വരേണ്ടതായിരുന്നു. അവിടെ പിടിച്ചിട്ടില്ലേ? 2 സ്ഥലത്ത് പിടിച്ചിട്ടില്ല. നീ ഒരു വിഷയം ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഇതേ
ഇതെന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റേന്റെ അപ്പനാ. മറ്റേത് വല്യപ്പനും ഇത് കൊച്ചപ്പനും. എത്ര കിലോമീറ്റർ ഇങ്ങനെയാന്നാ തുമ്പി പറഞ്ഞ? 6 കിലോമീറ്ററോ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ആകുമ്പോ 6 കിലോമീറ്റർ തുമ്പി 10 കിലോമീറ്റർ 6 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 താഴെ 6-7 किलोमीटर बचा है. എടോ ഇതാടോ മറ്റു സാധനം തുമ്പി. ഇതേ മറ്റേ സാധനം. खराब है इतना से यार दिख रहा है तो फिर रोड है. അമ്പോ ഇതാ മറ്റേ സാധനം. താഴോട്ട് നോക്കി. ഇതായിരുന്നു മറ്റേ ഡേഞ്ചർ റോഡ്. പണ്ടാരം. डेंजर रोड तो अभी 90 किलोमीटर हो रहा है. 90 കിലോമീറ്റർ ഡേഞ്ചർ ആണ് മണാലിക്കുള്ള റോഡ്. यहाँ से जो मनाली वाला रोड है उदयपुर स्टेशन आएगा ना, वहाँ तक ऐसा ही रोड है अब. സെയിം है. കില്ലർ ടു മണാലി. किलर टू उदयपुर. मनाली भी आएगा, मनाली तो आगे आएगा फिर रोड आ जाता है अच्छा है ना. उदयपुर तक ऐसा ही रोड आएगा आपका. ऐसा रोड है. हाँ बीच बीच में अच्छा भी आएगा पर बीच बीच में ऐसे ही आएगा. इसमें डेंजर आएगा. ऐसे डेंजर सेम हाँ। एक साइड को खाई एक साइड को इतनी इतनी. अच्छा. और ये कम से कम 90 किलोमीटर. ഇതാ നല്ല റോഡ് വന്നു. നാളെ കില്ലറിൽ നിന്ന് പോകുമ്പോഴാണോ തുമ്പി പറഞ്ഞേ ഇതേപോലത്തെ റോഡ് കിട്ടുന്ന പറഞ്ഞേ? किलर में नेटवर्क मिलेगा सर? नेटवर्क हाँ सब कुछ मिलेगा. नेटवर्क 4G है ना? 4G मिलता है इधर. 5G का अभी आया नहीं है. अच्छा. പൊന്നു സുഹൃത്തുക്കളെ ഫൈനലി എത്തി കിസ്ത്വാർ കില്ലറിൽ. ഇത് കറണ്ട് ഇല്ല. നേരത്തെ തന്നെ തരാൻ പറയും. ഇത് അമ്മച്ചി അവിടെ നിന്ന് ലൈറ്റ് അടിക്കാം കേട്ടോ. അമ്മച്ചിക്ക് 1000 രൂപ എടുത്ത് ഞങ്ങൾ ഈ കാണുന്ന സ്റ്റെപ്പ് വഴി കയറുന്ന ഈ ഹോട്ടലിൽ മേടിച്ചു. ഇത് മാത്രമേ ഇവിടെ നല്ലുള്ളൂ. ഇവിടെ അങ്ങനെ ആൾക്കാർ താമസിക്കാറില്ല. ഇത് ട്രൈബൽസിൻ്റെ ഏരിയ കേട്ടോ. ഹായ് അമ്മച്ചി പിന്നെ നല്ലൊരു സ്ത്രീ കേട്ടോ. എടാ കയറി വരുവോടാ? കാണാൻ പറ്റുമോ? ഗൈസ് 1000 രൂപയ്ക്ക് റൂം വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. നാളെ നല്ല വ്യൂ കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ എവിടെയും വിട്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ശ്വാസം മുട്ടിപ്പോയി കേട്ടോ. ഇതാണ് ബാത്റൂം ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ റൂമേ. നല്ല ബ്ലാങ്കറ്റും സാധനമൊക്കെ ഉണ്ട്. ഓപ്പൺ കയറൂ. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇതേ ഉള്ളൂ ആകെ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം വരുമ്പം കാണാം സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ കിടക്കുന്ന സ്ഥലം. ഇവിടെ എക്സ്ട്രാ ബെഡ് ഉണ്ട്. പാമ്പ് വരുന്നുണ്ടോ? വടിയൊക്കെ വെച്ചാൽ തണുപ്പാട്ടോ. അയ്യോ ഈ ബ്ലാങ്കറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാതെ വേറെ മാർഗമൊന്നും കയറി വന്ന് തല്ലിക്കൊല്ലാൻ കമ്പം തന്നിട്ടുണ്ട്. ഇതല്ലേ? അതെ സത്യം. ഹീറ്ററൊക്കെ ഉണ്ട് തന്നു, പക്ഷെ കറണ്ടില്ല കേട്ടോ. പക്ഷെ ഹീറ്ററൊക്കെ ഉണ്ട്. ഇത് വർക്കായിരുന്നു ഓക്കെ കേട്ടോ. പാവം ഇവർക്ക് കറണ്ടിന് പൈസ ഉള്ള വന്നത്. ഇവര് ഇവരാട്ടോ മറ്റേ മൈനോറിറ്റി വിഭാഗം അല്ലെ? അങ്ങനെയല്ലേ തുമ്പി? ഒരു 200 രൂപ കൂടുതൽ കൊടുത്തിട്ട് ഹീറ്റർ ഓൺ ആയാലേ ഭയങ്കര നഷ്ടം കേട്ടോ. 1200 രൂപയുടെ കറണ്ട് തന്നെ ഉപയോഗിക്കും.